السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وأنذر عشيرتك الأقربين. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റിയാദിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൻ്റെ സമാപന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, പ്രബോധകന്മാരെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹങ്ങൾ എല്ലാ സമയത്തും നമ്മളിൽ അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും മാസങ്ങളോളമായി നടത്തിവന്ന ഒരു പ്രോഗ്രാമാണ് എല്ലായിടങ്ങളിലും ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുക എന്ന ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനം. അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പൂർത്തിയായി. കേരളത്തിൻ്റെ പുറത്ത് അയൽ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾക്കിടയിൽ ജുബൈലിലും അതുപോലെ തന്നെ ജിദ്ദയിലും ഇപ്പോൾ ഇവിടെ റിയാദിലും നടക്കുകയാണ്. മറ്റു പല ഇടങ്ങളിലും ഈ ഒരു മഹത്തായ പ്രബോധന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ടൈറ്റിലിൽ ഒരു കുടുംബ സംഗമം സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു കുടുംബം, ആ കുടുംബം അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായ നിലക്ക് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞുകൊടുത്തുകൊണ്ട് കുടുംബാന്തരീക്ഷത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഈ മഹത്തായ പ്രോഗ്രാം സംഘടിപ്പിച്ചതിലൂടെ ഇതിൻ്റെ സംഘാടകർ രാജ്യമൊട്ടാകെയും ഉദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സംസാരങ്ങളിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ പരിഹാരങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞവരാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്കാണ് ഏതാനും സമയം എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ സംതൃപ്തി ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ പല പ്രായക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, കുട്ടികളുണ്ട്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സാണിത്. നമുക്കെല്ലാവർക്കുമുള്ള ആഗ്രഹം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ എപ്പോഴും നല്ല സമാധാനമുണ്ടാകണം, ശാന്തി ഉണ്ടാകണം, സംതൃപ്തമായ ഒരു ജീവിതം നമുക്ക് ജീവിക്കണം. അതിന് എന്താണ് ആവശ്യമെന്ന് ഇതുപോലെയുള്ള ഫാമിലി കോൺഫറൻസുകൾ ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ അവിടെയുള്ള ഭൗതികമായ സംവിധാനങ്ങളോ
അതുപോലെ തന്നെ സജ്ജീകരണങ്ങളോ ഒന്നുമല്ല ഒരു കുടുംബത്തിനെ സമാധാനം നൽകുന്നത്. മറിച്ച് ആ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരുടെയും മനസ്സ് നല്ല ശാന്തമാകണം, അവരുടെ മനസ്സിൽ സദാ സന്തോഷമുണ്ടാകണം. അതിനാവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? ഇസ്ലാമികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരൊറ്റ പരിഹാരമേയുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങുന്നത്. ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും കരസ്ഥമാകുവാൻ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു മാർഗമാണ് ദിക്റുല്ലാഹ്. അല്ലാഹുവിനെ ഓർക്കേണ്ട വിധത്തിൽ ഓർക്കുക. അല്ലാഹുവിനെ ഓർക്കേണ്ട വിധത്തിൽ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് വിശാലമാണ്. ഒരാൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് അവൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ അവന്റെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും അവന് സമാധാനം വേണം. ആ സമാധാനം അവന് ലഭ്യമാകുന്ന വിധത്തിൽ ഓരോ സമയത്തും ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമത്താണ് എന്ന നിലക്ക് പാലിക്കേണ്ടുന്ന മര്യാദകളുണ്ട്, കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, നിയമങ്ങളുണ്ട്. എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് യഥാവിധി ഓരോ കുടുംബത്തിലെ ഓരോ മെമ്പറും ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കുക എന്നുള്ളതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതിനനിവാര്യമായ നിലക്കാണ് ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കുവാനുള്ള ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത്. ദിനേന നമ്മൾ നിർവഹിക്കുന്ന 5 നേരത്തെ നിസ്കാരം, ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ഒത്തുകൂടേണ്ടുന്ന ജുമുഅ, മാസത്തിൽ ഒരു വർഷത്തിൽ ഒരു മാസം മുഴുവനും അനുഷ്ഠിക്കേണ്ടുന്ന വ്രതാനുഷ്ഠാനം, സാമ്പത്തിക ശേഷിയുള്ളവർ അവരുടെ ധനത്തിൽ നിന്ന് 1% എത്രയാണോ അല്ലാഹു തീരുമാനിച്ചതെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ള സക്കാത്തിന്റെ സമ്പ്രദായം. നമ്മിലേക്ക് ഇതാ കടന്നു വരുന്ന ദുൽഹജ്ജിൽ നടക്കാൻ പോകുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഷ്ഠാന മുറകൾ എല്ലാത്തിനെയും അല്ലാഹു ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഒരു കൃത്യമായ ദിക്റുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ സദാ നിലനിൽക്കുവാനാണ്. ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ഇത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം പുലരണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും യഥാർത്ഥ മുസ്ലിമായിരിക്കണം, യഥാർത്ഥ മുസ്ലിമത്തായിരിക്കണം. അതിനാവശ്യമായതെന്തോ അത് കുടുംബസമേതം പഠിച്ചിരിക്കണം. കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ മാത്രം ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിച്ചു മറ്റുള്ളവരൊന്നും കേട്ടില്ലെങ്കിൽ ആ വീട് സമാധാനം ഉണ്ടാവില്ല. എത്രയെത്ര സംരംഭങ്ങൾ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളായ നമുക്ക് ഇവിടെ റിയാദിൽ തന്നെ ഇവിടുത്തെ പ്രവർത്തകന്മാർ കുടുംബസമേതം ആളുകൾക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിലുള്ള ഏതെല്ലാം പഠന സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനും ഹദീസുകളും കൃത്യമായി തന്നെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുവാനും അത് സംബന്ധമായി നിങ്ങളുടേതായ പഠനം ഉപകാരപ്രദമായോ ഇല്ലേ എന്ന പരിശോധനയ്ക്ക് വേണ്ടി പരീക്ഷകൾ പോലും നിശ്ചയിച്ചുകൊണ്ടുള്ള വളരെ വ്യവസ്ഥാപിതമായ ഖുർആനിക പഠനം ഇവിടെ നടക്കുന്നു. വിജ്ഞാനവേദികൾ ഇവിടെ കുടുംബങ്ങൾക്കും അല്ലാതെയുമൊക്കെ ഒന്നിച്ചിരുന്ന് കേൾക്കാവുന്ന വിധത്തിൽ നടന്നു വരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ കാലോചിതമായി ദൗറകൾ സംഘടിപ്പിച്ചു വരുന്നു. ചരിത്രങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പൂർവീകരുടെ സച്ചരിതരുടെ ചരിത്രങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും അധ്യാപനങ്ങളും ഇവിടെ നടന്നു വരുന്നു. ചെറിയ കുട്ടികൾക്കുള്ള മദ്രസ പാഠപുസ്തകങ്ങളും അത് വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്ന വിധത്തിലുള്ള മദ്രസ സംവിധാനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഇതൊക്കെ ഒരു കുടുംബത്തിന് ഒന്നിച്ച് ഇസ്ലാമിനെ ഗ്രഹിക്കുവാനുള്ള ഏറ്റവും നമ്മുടെ മുമ്പിൽ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള മഹാനിഅമത്തുകളാണ്. ഇതിനോട് നമുക്ക് കൂറ് പുലർത്തുവാനും ഇതിന് നന്ദി കാണിക്കുവാനും നാം തയ്യാറാവേണ്ടത് കുടുംബസമേതം ഇത്തരം വേദികളിൽ വന്നുകൊണ്ടാണ്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുടുംബത്തിലെ ഏതാനും ചില ആളുകൾ കാര്യം മനസ്സിലാക്കി, കുടുംബത്തിലെ മറ്റു മെമ്പർമാരത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ താളപ്പിഴയുണ്ടാകും. ബാപ്പ ഖുർആനും ഹദീസും പഠിച്ചിട്ടുണ്ട്, ഉമ്മ പഠിച്ചിട്ടുണ്ട്, മക്കള് പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഭർത്താവ് പഠിച്ചിട്ടുണ്ട്, ഭാര്യ പഠിച്ചിട്ടില്ല. ഭാര്യ പഠിച്ചിട്ടുണ്ട്, ഭർത്താവ് പഠിച്ചിട്ടില്ല. പ്രയോജനം ഉണ്ടാവില്ല. കാരണം ആ കുടുംബത്തെ ഒരു പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അവിടെ ഇസ്ലാമികമായ നിയമങ്ങൾ ആരാണോ ഇസ്ലാം ഗ്രഹിച്ച വ്യക്തിയെങ്കിൽ അയാൾ പറയുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ അത് ഏറ്റുവാങ്ങുകയില്ല, സ്വീകരിക്കുകയില്ല. കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിന്റെ ആശയങ്ങൾക്ക് ഇടമുണ്ട്. മറ്റുള്ളവരുടെ മനസ്സുകളിൽ അതിന് ഇടം കിട്ടിയിട്ടില്ല. അവിടെ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക, കൊമ്പുകോർക്കലാണ് ഉണ്ടാവുക, പരസ്പരം പഴിക്കലാണ് ഉണ്ടാവുക, വഴക്കുകളാണ് ഉണ്ടാവുക, വക്കാണങ്ങളാണ് ഉണ്ടാവുക, ശിഥിലീകരണമാണ് സംഭവിക്കുക. അതിനാണ് പറയുന്നത് എന്ത്? കുടുംബസമേതമായിരിക്കണം ഇസ്ലാമിനെ സംബന്ധിച്ച് ഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ ആ കുടുംബം തകരും. അപ്പോഴാണ് പിന്നെ പ്രശ്നം വരുന്നത്. പാപ്പ പറഞ്ഞത് മക്കള് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുന്നില്ല. ആർക്കും പരസ്പരം അനുസരിക്കാനുള്ള ഒരു താല്പര്യമില്ല. കാരണം അവരെ എല്ലാം യോജിപ്പിക്കേണ്ടുന്ന ഏക കണ്ണി റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങളായിരുന്നു. ആ നിയമങ്ങളിൽ അവർ യോജിച്ചിട്ടില്ല, വേറെ വേറെ തട്ടുകളിലായി. ഇതിന് പരിഹാരമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കുടുംബസമേതമായിരിക്കണം ഇസ്ലാം ഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാൻ പറ്റുമോ? പരലോക കോടതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെ രക്ഷപ്പെടാൻ സാധ്യമായിരുന്നുവെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ രക്ഷപ്പെടും. പക്ഷേ മകൻ രക്ഷപ്പെട്ടിട്ടില്ല, കാഫറായിട്ടാണ് മരിച്ചുപോയത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബാപ്പ രക്ഷപ്പെടും, മകൻ നബിയാണ്, പക്ഷേ ബാപ്പക്ക് രക്ഷയുണ്ടായിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് അലൈഹിസ്സലാമിന്റെയും രക്ഷപ്പെട്ടില്ല, നരകാവകാശികളാണ്. കാരണം പ്രവാചകന്മാര് പുതിയ ആപ്പിളമാരാണ്. പക്ഷേ ആ നബിമാരുടെ ആശയത്തിലേക്ക്, ഭർത്താക്കന്മാരുടെ ആശയത്തിലേക്ക് ഭാര്യമാര് വന്നിട്ടില്ല. പക്ഷേ അവർ നബിമാരുടെ ഭാര്യമാരാണല്ലോ എന്ന പരിഗണനയൊന്നും പരലോകത്ത് കിട്ടില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാ, അവര് നരകാഗ്നിയിലേക്കാണ് പോവുക. ഇനി ഭാര്യ നല്ലവളാണ്, ഭർത്താവിന് രക്ഷയുണ്ടോ? ഫറോവയുടെ കിടക്ക പങ്കിട്ട പെണ്ണായിരുന്നു മഹദിയായ നമ്മുടെ ഉമ്മ ആസിയ റളിയല്ലാഹു അൻഹാ. ആ ആസിയ ബീബി നല്ലവളായിരുന്നു എന്നുള്ളത് കൊണ്ട് ഫറോവക്ക് രക്ഷയില്ല. മറിച്ച് ആസിയ ബീബി മുഅ്മിനത്തുകൾക്ക്, മുഅ്മിനാത്തുകൾക്ക്, സത്യവിശ്വാസികൾക്ക് മുഴുവനും മാതൃക, റോൾ മോഡലായിക്കൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തി. അവർ വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്തിയവരാണ്. ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹുവിന്റെ ദീനിന് എതിരാകുമെന്ന് കണ്ടപ്പോൾ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്ത മഹദിയാണ് ആസിയ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹാ. പക്ഷേ ഫിറൗൻ അതുകൊണ്ട് വല്ല പ്രയോജനവും കിട്ടുമോ? അപ്പൊ ഭാര്യ നല്ലവളാണെന്ന കെയർ ഓഫിൽ ഭർത്താവോ, ഭർത്താവ് നല്ലവനാണെന്ന കെയർ ഓഫ് പറഞ്ഞുകൊണ്ട് ഭാര്യമാർക്കോ, ബാപ്പ നല്ലവനെന്ന കെയർ ഓഫിൽ മക്കൾക്കോ, മക്കള് നല്ലവരാണെന്ന കെയർ ഓഫ് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാർക്കോ ഒരിക്കലും രക്ഷ കിട്ടില്ല. മറിച്ച് ഓരോരുത്തരും നന്നായാലല്ലാതെ പരലോക കോടതിയിൽ രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഈമാൻ വേണം. ഒരു കുടുംബത്തിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മൊത്തം എല്ലാ കുടുംബസമേതം സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ് അതിന്റെ പൂർത്തീകരണം. അതിന് കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും മോമിനീങ്ങളാവണം. ഒരാൾ മോമിനല്ല, മറ്റുള്ളവരൊക്കെ മോമിനാണ്. എങ്കിലും പ്രയോജനമില്ല. കുടുംബസമേതം സ്വർഗത്തിലെത്തണമെന്ന് മോഹമില്ലാത്ത, അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടാകുമോ? ഉറപ്പാണ്ടാവില്ല. നമ്മളൊക്കെ ദുആ എന്താണ്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
എല്ലാ വിശ്വാസികളും അത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളില്ലെന്ന് മക്കളില്ലെന്ന് കണ്ണിന് കുളിർമ തരണം. സത്യവിശ്വാസികളായ ആളുകൾക്ക്, നല്ല റബ്ബിനെ പേടിച്ചു ജീവിക്കുന്ന ആളുകൾക്ക് റോൾ മോഡലാകാൻ മാത്രം, ഞങ്ങളെ അവർക്കൊക്കെ നേതാക്കന്മാരാകാൻ മാത്രം ഞങ്ങളെ നീ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കണം. അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം. ഈ ദുആ ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ ദുആ ചെയ്യുന്നത് എങ്കിൽ ആലോചിക്ക്. നമ്മുടെ കുടുംബം, ഞാൻ ആലോചിക്കണം, എൻ്റെ കുടുംബം നിങ്ങൾ ആലോചിക്ക്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലെ ഓരോ മെമ്പർമാരും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറയുന്നതിലും വിശ്വസിക്കുന്നതിലും ആചരിക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഇത് സ്വന്തത്തോടൊന്ന് ചോദിക്കണം എല്ലാവരും. ഓരോരുത്തരും അവരവരോട് ചോദിക്ക്. റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തൊരു ദിവസം നമുക്കുണ്ടോ? നമ്മുടെ ബാങ്കുകളിൽ അതുണ്ട്, ഇഖാമത്തുകളിൽ അതുണ്ട്, അതുപോലെ തന്നെ അംഗശുദ്ധി വരുത്തിയാൽ ഉടനെയുള്ള ദിക്റിൽ അതുണ്ട്, നമ്മുടെ നമസ്കാരത്തിന്റെ തശഹുദിൽ അത് 2 തവണയോളം വരുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി അത് പല അവസരങ്ങളിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കണക്റ്റഡായി വർത്തിക്കുന്നുണ്ട്, ജീവിതത്തിൽ എത്രത്തോളം ഈ ഷഹാദത്ത് കലിമ പൊരുത്തത്തോടെ നിൽക്കുന്നുണ്ട്? ഓരോരുത്തരും ഈ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് സ്വന്തത്തോട് ചോദിക്കണം, റഹ്മാനായ റബ്ബേ, ഇതെന്റെ രക്ഷയ്ക്ക് വേണ്ടി, എനിക്കെന്റെ കുടുംബസമേതം സ്വർഗത്തിൽ പോകുവാനുള്ള കാര്യമാണ് ഇവിടെ ഈ കേൾക്കുന്നത്. ആ ഒരവസ്ഥ ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ, എൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഇനി അതിനവർക്ക് ചാൻസ് ഇല്ലല്ലോ റബ്ബേ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന് കേൾക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സത്യസാക്ഷ്യ വചനങ്ങൾ എന്ന പേരിൽ ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. 2 ഭാഗങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ ബന്ധമാണ് പ്രഖ്യാപിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കൂല, അല്ലാഹുവിനെ മാത്രമേ ഞാൻ ഇലാഹായി കാണുന്നുള്ളൂ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ആരാധനയുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ സർവശക്തനായ റബ്ബിലെ സമർപ്പിക്കുകയുള്ളൂ. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അതെങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എന്റെ റോൾ മോഡലായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെ എനിക്ക് ഒരൊറ്റ ആത്മീയമായ ഗുരു മാത്രമേയുള്ളൂ. അതെന്റെ നേതാവ് അല്ലാഹു റസൂലായി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. അതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്, എൻ്റെ വിശ്വാസം സാക്ഷിയാണ്, എൻ്റെ കർമ്മങ്ങൾ സാക്ഷിയാണ്, എൻ്റെ ഇടപെടലുകളും ഇടപാടുകളും സാക്ഷിയാണ്. ഇതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചുരുങ്ങിയ നിലക്ക് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളെ, എത്രയെത്ര രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ പ്രവാസികളായ രക്ഷിതാക്കൾ, നമ്മൾ ആലോചിക്ക്. ഞാൻ എൻ്റെ കുടുംബത്തോടുള്ള ഉത്തമമായ എൻ്റെ കടമ ഞാൻ തീർത്തിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറയാണ്, വഅൻദിർ അശീറതകൽ അഖറബീൻ. നബിയേ, താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കൂ നബിയേ. സ്വർഗത്തിൽ നമുക്ക് കുടുംബസമേതം പോകാനുള്ള ഒന്നാമത്തെ വഴിയാ പറയുന്നത്. നമ്മുടേതായ ഉത്തരവാദിത്തം നിർവഹിക്കണം. കുടുംബത്തിന്റെ നാഥന്റെ ഉത്തരവാദിത്തമാണ് തന്റെ കീഴിലുള്ള ആളുകളോട്, ഏറ്റവും അടുത്ത ആളുകളോട് വളരെ കൃത്യമായി അല്ലാഹുവിനെ പരിചയപ്പെടുത്തണം. എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കണം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂറത്ത് ലുഖ്മാൻ എന്ന പേരിൽ ഒരു അധ്യായമുണ്ടല്ലോ ഖുർആനിൽ. ആ സൂറത്ത് ലുഖ്മാനിൽ ഏതാണ്ട് ഒരു പേജോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫാമിലി കോൺഫറൻസിൽ തടിച്ചുകൂടിയിട്ടുള്ള നൂറുകണക്കിന് സഹോദരീ സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടെന്ന പോലെ
നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എന്തു പറഞ്ഞുകൊണ്ടാണ് ആദ്യമായി നമ്മുടെ ഉത്ബോധനം തുടങ്ങേണ്ടതെന്നും ഏതേത് മേഖലകളിലൊക്കെ കുടുംബനാഥന് മറ്റുള്ള ഉത്തരവാദിത്തത്തോടുകൂടി കുടുംബാംഗങ്ങളോട് എന്തൊക്കെ പറയൽ കടമയുണ്ട് എന്നും ആ അധ്യായം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇളുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. ഒരു ബാപ്പയുടെ കഥ. ബാപ്പന്റെ പേരെന്താ? ലുഖ്മാൻ. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മഹാനായ പിതാവ്. ആ ബാപ്പ തന്റെ മക്കളെ ഉപദേശിക്കുകയാണ്. പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പറയാണ്, ആദ്യം തന്നെ ഒരു ബാപ്പ കുടുംബനാഥൻ എന്ന നിലക്ക് തന്റെ കുടുംബത്തെ പഠിപ്പിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ വിഷയം എന്താണ്? യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുതേ. കാരണം ഇന്നശ്ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ശിർക്കാണ്, വമ്പിച്ച അക്രമം തന്നെയാണ്. അതിന്റെ മുകളിലേക്ക് ഒരു അക്രമം വേറല്ല. നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ കടമയാണത്. ആ ബാപ്പ മോനോട് പറയുന്നു, മോനെ ശിർക്ക് ചെയ്യല്ലേ, ശിർക്ക് കടുത്ത അക്രമമാണ്. വിശുദ്ധ ഖുർആനിന്റെ ശൈലിയിൽ ചില പ്രത്യേകതകൾ കാണാം. അത് ചില കാര്യങ്ങൾ അങ്ങനെ ഒതുക്കി പറയും, ചിലയിടത്ത് പരത്തി പറയും. ഇവിടെ നിങ്ങൾ നോക്കൂ, ലുഖ്മാൻ എന്ന് പറയുന്ന പിതാവ് മകനെ വിളിച്ചുകൊണ്ട് ഇത്രയേ പറഞ്ഞുള്ളൂ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. ശിർക്ക് കടുത്ത അക്രമമാണ് മോനെ, അതുകൊണ്ട് നീ ശിർക്ക് ചെയ്യല്ലേ. അത് മാത്രമേ ഖുർആനിൽ കാണുന്നുള്ളൂ. പക്ഷേ ബുദ്ധിമാന്മാരായ കുട്ടികൾ ചോദിക്കുമല്ലോ, ഉപ്പ എന്താണ് ശിർക്ക്? നമ്മൾ കുട്ടികളോട് ശിർക്ക് ചെയ്യില്ല മോനെ എന്ന് പറഞ്ഞു മതിയോ? പോരല്ലോ. ശിർക്ക് എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ആ ഉപ്പ. കാരണം ശിർക്കിന് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന്റെ ഗൗരവം അറിയണം, അത് കടന്നു വരുന്ന വഴികൾ പഠിക്കണം, അതിലേക്ക് ചാടിപ്പോകാതിരിക്കാനുള്ള എല്ലാ കൃത്യമായ മുന്നൊരുക്കങ്ങളും നടത്തണം. സർവ പഴുതുകളും അടച്ചിട്ട് വേണം വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മൾ പഠനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത് നമ്മുടെ അഖീദയുടെ വിഷയമാണ്. അൽ ഈമാനു ബില്ലാഹ്. ഒരു അമല് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. തൗഹീദില്ലാത്തവന്റെ അമല് സ്വീകാര്യമല്ല. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, റബ്ബല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുകയാണ്, റബ്ബല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്, കൈത്തണ്ടയിലും അരയിലുമൊക്കെ ഏലസ് ധരിക്കുകയാണ്. അതേപോലെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. അയാൾ എന്ത് പ്രവർത്തനം ചെയ്തിട്ടെന്താ പ്രയോജനം? റബ്ബിന്റെ അടുക്കൽ അതിന് വിലയേ ഇല്ല. എന്താ കാരണം? ഇത് കലർന്നു. ശിർക്ക് കലർന്നാൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. എന്താണ് ശിർക്കെന്ന് ചുരുങ്ങിയ നിലക്കെങ്കിലും നമ്മളും അറിയണം, നമ്മുടെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും അറിഞ്ഞിരിക്കണം. എന്താ ഈ ശിർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയലാണ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി. റബ്ബിനെ അറിയാൻ, അള്ളാഹുവിനെ അറിയാനുള്ള വഴി അവന്റെ പേരുകൾ പഠിക്കലാണ്. അതിനാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. റബ്ബിന് ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട്. ആ പേരുകൾക്കെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട്. അതിനേക്കാളപ്പുറം അതിന് വിശാലമായ ആശയങ്ങളുണ്ട്. ഓരോ നാമങ്ങളും അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ആശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൃഢവൽക്കരിക്കുന്ന നിലക്കാണ് റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഒന്നാമത്തെ ഉപകാരം, അത് ശരിക്ക് പഠിച്ച ഒരു വ്യക്തിക്ക് പിന്നെ ശിർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ഉറപ്പായി മനസ്സിലാകും, എന്റെ റബ്ബിന് മാത്രമാണ് ആ പ്രത്യേകതയുള്ളത്. ആ പ്രത്യേകത ഒരു നബിക്കോ ഒരു മലക്കിനോ ഒരു ജിന്നിനോ ഒരു കല്ലിനോ ഒരു മരത്തിനോ ഒരു വസ്തുവിനും ഇല്ല. മറിച്ച് റഹ്മാനായ റബ്ബിന് മാത്രമേ ആ ഗുണവിശേഷണങ്ങളുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ചില ഉദാഹരണങ്ങൾ പറയാം. അള്ളാഹുവിന്റെ നാമങ്ങളിൽ എത്ര നാമങ്ങളുണ്ട്? അൽ അസ്മാഉൽ ഹുസ്ന. ഒരു ഹദീസിൽ പറയുന്നു 99 നാമങ്ങൾ ഉണ്ടെന്ന്.
ഹദീസുകളിൽ വീണ്ടും നോക്കിയാൽ 99 കവിഞ്ഞ് 100ന്റെയും പുറത്താണ്. റബ്ബ് നമുക്ക് പഠിപ്പിച്ച് തന്നവയുണ്ട്, തരാത്തവയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ തലമുതിർന്ന ഓരോ വ്യക്തികളും സ്വന്തത്തോട് ചോദിക്ക്, എനിക്കെന്റെ റബ്ബിന്റെ എത്ര പേരുകൾ പറയാൻ കഴിയും? ഓരോരുത്തരും അവരവരോട് ചോദിക്ക്, എനിക്കെന്റെ റബ്ബിന്റെ പേരുകൾ എത്ര എണ്ണം എനിക്ക് പറയാൻ കഴിയും? 2 കൈകളിലെ 10 വിരലുകൾ പൂർത്തിയാകുന്ന വിധത്തിലെങ്കിലും പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടാകും? എന്നിട്ടല്ലേ 99, 100, 110 എന്നാലും നമ്മൾ പഠിക്കണ്ടേ? ഖബറിൽ വെച്ചാൽ ആദ്യത്തെ ചോദ്യം റബ്ബിനെ കുറിച്ചല്ലേ? ആ റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോ എന്റെ റബ്ബ് അള്ളയാണെന്ന് തന്റെ ഇടത്തോടെ പറയാൻ സത്യവിശ്വാസികളിലെ മുഅ്മിനീങ്ങളിലെ മൂഖിനുകളായ ആളുകൾക്ക് അതിന് സാധിക്കൂ എന്നല്ലേ അള്ളാഹു പറയുന്നത്? റസൂൽ അത് പഠിപ്പിച്ചിരുന്നില്ലേ? മുഅ്മിനിനും മൂഖിനുമായ മനുഷ്യനെ ഖബറിൽ മറുപടി പറയാൻ കഴിയൂ. അത് നല്ല ഉറച്ച വിശ്വാസമുള്ളവരാണത്. റഹ്മാനായ റബ്ബ് ലോകത്തുള്ളതെല്ലാം ഒരു പരിധിയുമില്ലാതെ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും അവൻ കഴിവുള്ളവനാണ്. സദാ എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവനെല്ലാവരോടും അതീവ വാത്സല്യമുള്ളവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ്, ധാരാളമായി പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, ഏറെ വാത്സല്യമുള്ളവനാണ്, ഏറെ സ്നേഹമുള്ളവനാണ്. ഇതൊക്കെ ഓരോ പേരുകളുടെ അർത്ഥമാണ്. ഓരോ പേരുകളും അർത്ഥവും വിശദീകരിക്കാൻ ദിവസങ്ങൾ ആവശ്യമുണ്ട്. സൂചനകൾ പറഞ്ഞു മതിയാക്കണം. ആ നാമങ്ങൾ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു എല്ലാം കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്റെ റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനത്തെ എനിക്ക് പിന്നെ ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നൊരു ശക്തിയുണ്ട് എന്ന് പിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂല. അതെന്റെ റബ്ബ് മാത്രമാണ് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. എവിടെ നിന്ന് ഞാൻ വിളിച്ചാലും എന്റെ വിളി കേട്ട് എന്റെ സഹായത്തേട്ടങ്ങൾക്ക് എന്റെ സഹായത്തേട്ടങ്ങൾക്ക് ഉത്തരം ചെയ്യാനും എന്നെ സദാ കാണാനും എന്നെ സഹായിക്കാനും എന്റെ വിളി കേൾക്കുവാനും എനിക്ക് ഉത്തരം ചെയ്യുവാനും കഴിവുള്ള മറ്റൊരു ശക്തിയുണ്ടെന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ പിന്നെ കഴിയൂല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സമൂഹം എന്തു ചെയ്യുന്നു? അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോഴുള്ള വിശ്വാസം പോലെ സൃഷ്ടികളായ ആളുകളോട് ബദരീങ്ങളെ കാക്കണേ, മമ്പുറത്തെ ശൈഖേ കാക്കണേ, അതുപോലെ തന്നെ മടവൂരിക ശൈഖേ കാക്കണേ എന്നിങ്ങനെ സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് അവരുടെ വിശ്വാസം? എവിടെ നിന്ന് വിളിച്ചാലും അവരൊക്കെ വിളിപ്പുറത്ത് ഉത്തരം തരും. അവര് നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവര് നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരറിയാതെ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയൂല, അവര് കാണാതെ ഒരു തിന്മ പോലും ചെയ്യാൻ കഴിയൂല. ഈ പ്രപഞ്ചത്തിലെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല, ഒരു ഇല പോലും അനങ്ങുന്നില്ല, ഒരു സംഭവവും നടക്കുന്നില്ല ഔലിയാക്കൾ അറിയാതെ എന്ന് ഒരു കൂട്ടർ ഇവിടെ വിശ്വസിക്കുന്നു. ഇതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റൂല. ഒരു മുസ്ലിമിനെ ഇത് വിശ്വസിക്കാൻ പറ്റൂല. ഇതവന്റെ വിശ്വാസത്തിൽ ചേരുന്ന മാലിന്യമാണ്. റഹ്മാനായ റബ്ബിനെ പോലെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന കഴിവുള്ള ഒരാളും തന്നെ ഇല്ല. അവിടെയാണ് തകരാറുകൾ സംഭവിച്ചത്. അതുകൊണ്ടാണ് റബ്ബല്ലാത്തവരെ നിരന്തരം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അവരാണ് ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത്. അവരൊന്ന് കണ്ണു ചിമ്മിയാൽ ലോകത്തുള്ള ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടുമത്രേ, തീവണ്ടികളൊക്കെ കൂട്ടിയിടിക്കുമത്രേ, ബസ്സുകളും കാറുകളുമൊക്കെ നിയന്ത്രണം വിട്ട് മറിഞ്ഞു പോകുമത്രേ, ആകാശഭൂമികളെല്ലാം തകർന്നു പോകുമത്രേ. ആരൊന്ന് കണ്ടു ചിമ്പിയാൽ മടവൂരി ശൈഖ്, അതല്ലെങ്കിൽ മറ്റൗലിയാക്കന്മാര്, ഈ വിധത്തിൽ മുസ്ലിം ഉമ്മത്തെന്ന് പറയുന്ന ആളുകൾ വിശ്വസിക്കുമ്പോ, ഓ കുടുംബങ്ങളെ, നിങ്ങൾ പഠിക്കണ്ടേ എന്താണ് ഇതിലെ തകരാറ്, എവിടെയാണ് തകരാറ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലളിതമായി പറയുന്നത്, റഹ്മാനായ റബ്ബിന് മാത്രമുള്ള ഗുണങ്ങളും വിശേഷണങ്ങളും മറ്റൊരാൾക്കുണ്ടെന്ന്, അത് അല്ലാഹ് കൊടുത്തതാണെന്ന് ഒരു പ്രത്യേകമായ കണ്ടീഷൻ വെച്ചത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയൂല. കാരണം അല്ലാഹ് കൊടുത്ത കഴിവല്ലാത്ത ഒരു കഴിവ് ആർക്കെങ്കിലും ഉണ്ടെന്ന് ലോകത്ത് ഒരു മുശ്രിക്കും വിശ്വസിച്ചിട്ടില്ല. നമ്മളിപ്പോ ഹജ്ജിന്റെ സീസണിലാണ്.
ഹജ്ജിനും ഉംറക്കും പോകാത്തവരിവിടെ ഉണ്ടാകില്ലല്ലോ. നമ്മളതാ തൽബിയത്ത് ചൊല്ലുമ്പോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇങ്ങനെ തൽബിയത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇതേ തൽബിയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് അറേബ്യൻ മുശ്രിക്കുകളും ചൊല്ലിയിരുന്നു. പക്ഷേ അവരതിനോട് ചിലത് കടത്തി കൂട്ടിയിട്ടാ ചൊല്ലിയത്. ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ശരിയായ ഭാഗം അവര് ചൊല്ലുമ്പോ അള്ളാന്റെ റസൂൽ അവരോട് പറയും, അവിടെ നിർത്തിക്കോ, ഇപ്പൊ പറഞ്ഞത് കറക്റ്റാണ്. അതിലപ്പുറം അവര് കൂട്ടിച്ചേർത്തത് നബി തങ്ങൾ എതിർത്തോ. അതിന്റെ അർത്ഥം എന്താ? ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. ശരിക്ക് പഠിക്കണം. ലളിതമായി ഒരാളോട് തൗഹീദ് പറയാനുള്ള വഴിയായി പറയണം. അറേബ്യൻ മുശ്രിക്കിന്റെ വിശ്വാസ പറയണേ, അള്ളാഹ് നിനക്കൊരു പങ്കാളിയുമില്ല. അതാദ്യം അവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവർക്ക് ഒരു കണ്ടീഷൻ ഇടക്ക് ചേർക്കുകയാണ്. ഇല്ലാ ശരീക്കൻ, നിനക്ക് ഒരു പങ്കാളിയുണ്ട്, ചില പങ്കാളികളുണ്ട്. ആ പങ്കാളിയുടെ കഴിവുകളൊന്നും ആ പങ്കാളിയുടെ സ്വന്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് തംലികുഹു വമാ മലക, ആ പങ്കാളിയുടെ സകല കഴിവുകളും നീയാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നീ കൊടുത്ത കഴിവല്ലാത്ത ഒരു സ്വതന്ത്ര കഴിവ് അവർക്കാർക്കും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെന്തിനാ പിന്നെ അവര് മുശ്രിക്കായത്? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ ഇവര് മുശ്രിക്കാവാൻ പാടില്ലല്ലോ. കാരണം അള്ളാനെ പോലെ സ്വന്തമായി കഴിവുണ്ട് എന്ന് ഇവരാരും വിശ്വസിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹ് കൊടുക്കുന്ന കഴിവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന മാനദണ്ഡം. മറിച്ച് അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേകമായ കഴിവുകളുണ്ട്. അതൊക്കെ അവന്റെ പേരുകളിൽ അടങ്ങിയിട്ടുണ്ട്. ആ കഴിവുകളും ഗുണവിശേഷണങ്ങളും അവൻ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആർക്കും അള്ളാഹ് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. അത് കൊടുത്തു എന്ന് ഇവര് വെറുതെ പറയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഔലിയാക്കന്മാര് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒക്കെ അള്ളാനെ പോലെ തന്നെ അവര് പറയുന്നത്. അള്ളാനെ പോലെ കാണും, കേൾക്കും. പിന്നെ എന്താ വ്യത്യാസമുള്ളൂ? അള്ളാടെ കഴിവ് സ്വന്തമായിട്ടുള്ളതാണ്, ഇവരുടെ കഴിവൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. അതുകൊണ്ടൊന്നും കുടുംബങ്ങളെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടൂല. അത് പഠിച്ചു വെച്ചോളി. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അമലുകൾക്ക് വിലയില്ല. വിശുദ്ധ ഖുർആൻ മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്ക്. ധാരാളം നബിമാരുടെ പ്രാർത്ഥനകൾ അതിലുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകള്, ദുആകള് പരിശോധിച്ചു നോക്കൂ. റബ്ബിനോടല്ലാത്ത ഒരൊറ്റ ദുആയും അതിൽ കാണാൻ കഴിയൂല. നിസ്കാരത്തിന്റെ അകത്തും പുറത്തുമുള്ള ദിക്റുകൾ പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിനോടല്ലാത്ത ഒരു സഹായത്തേട്ടമോ പ്രാർത്ഥനയോ അതിലുമില്ല. ഇവര് പറയുന്നതോ, ഒരാള് പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ആദ്യം മദീനയിൽ മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണം. മുഹമ്മദ് നബി തങ്ങളോട് പൊറുക്കലിനെ ചോദിക്കാതെ അള്ളാഹുവേ പൊറുക്കണേ എന്ന് നേരിട്ട് പറഞ്ഞാൽ പാപം പൊറുക്കുകയില്ല എന്നും, അള്ളാഹുവിനോട് നേരിട്ട് പാപം പൊറുക്കണേ എന്ന് ചോദിക്കുന്നത് മുനാഫിഖീങ്ങളുടെ സമ്പ്രദായമാണെന്നും, യാതൊരു പടച്ചവനെ പേടിയുമില്ലാതെ പച്ചയായി ചില ആളുകൾ പ്രസംഗിക്കുന്നു, എഴുതുന്നു. നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ അതിനോട്? നിങ്ങൾ ആലോചിക്കുക. ഞാൻ നിങ്ങൾ ആലോചിക്കാനാ പറയുന്നത്. ഇതിൽ ഗ്രൂപ്പിസവും പാർട്ടിയും വഴക്കൊന്നുമില്ല. അതൊക്കെ നമുക്കിവിടെ ഒരു സൗകര്യത്തിനുള്ള സംഘടനയും പ്രവർത്തനമൊക്കെയാണ്. ഇന്ന് ഞാനും നിങ്ങളുമാണ് മരിച്ചു കഴിഞ്ഞാൽ വരാൻ പോണ കാര്യമായി പറയുന്നത്. അവിടെ ഇവരാരും വക്കാലത്ത് ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്ക്. ഇവിടെ പറയാണ്, പച്ചയായി പറയാണ്, നിങ്ങളൊരു പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് തൗബ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ആദ്യം മദീനയിലുള്ള റസൂലുള്ളാഹിനോട് ഒന്നുകിൽ അവിടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറയണം. എന്ത് പറയണം? ഇർതകബ്തു അലൽ ഖാതാ غير حصر وعداد لك أشكو فيه يا سيدي خير النبي. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിലെ വരിയാണ്.
അള്ളാന്റെ റസൂലിനോട് വിളിച്ചു പറയാണ്, നബിയെ, കണക്കല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാപിയാണ് ഞാൻ. അങ്ങയോടിതാ ആവലാതി പറയുന്നു, എന്റെ പാപം പൊറുക്കണേ നബിമാരുടെ നേതാവായ മുത്തു നബിയേ. ഇതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ? ഇത് ചൊല്ലാത്തവൻ മുനാഫിഖാണെന്നാണ് പ്രസംഗിക്കുന്നത്. ഇത് ചൊല്ലാതെ നേരിട്ട് റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അവൻ മുനാഫിഖാണത്രേ. എങ്കിൽ ഇന്ന് നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ചില്ലേ, ഇശാ നിസ്കരിച്ചില്ലേ? ലോകത്ത് ജനകോടികൾ മുഴുവനും ഇന്നും നിസ്കാരത്തിൽ എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ സറർതു വമാ അലൻതു വമാ സറഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. മുനാഫിക്കിന്റെ ദുആയത്. ഇതൊക്കെ ചൊല്ലിയൊരു മുനാഫിക്കായോ? മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താ? അപകടങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് ആരോടെങ്കിലും വ്യക്തിവൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ പഠിക്കാനാ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, എന്തിനാ നമ്മൾ ഈ തൊണ്ട കീറി സംസാരിക്കുന്നത്? എന്തിനാ നമ്മൾ വേറിട്ട് നിന്ന് കുടുംബങ്ങളുടെ ആട്ടും തുപ്പും, ജനങ്ങളുടെ പഴിചാരലുകളും നാട്ടുകാരുടെ മഹല്ല് ബഹിഷ്കരണവും ഒന്നും വകവെക്കാതെ എന്തിനാ നമ്മൾ ഈ അധ്വാനിക്കുന്നത്? ഈ ജനത രക്ഷപ്പെടണം. നമ്മുടെ ജനത, അവര് നമ്മുടെ സുഹൃത്തുക്കളാണ്. അവര് നരകത്തിയിൽ പോകാൻ പാടില്ല. നമ്മൾ സ്വർഗം ആശിക്കുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഉമ്മാക്ക് കിട്ടണം, ഉപ്പാക്ക് കിട്ടണം, ആങ്ങളക്ക് കിട്ടണം, പെങ്ങൾക്ക് കിട്ടണം, ഭാര്യക്ക് കിട്ടണം, ഇളാപ്പാക്ക് കിട്ടണം, മുത്താപ്പാക്ക് കിട്ടണം, അയൽക്കാർക്ക് കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതിനാണിത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കാണിത് യോജിക്കാൻ കഴിയുക? മുത്തു മുസ്തഫയോട് പാപമോചനത്തേട്ടം നടത്താതെ ഡയറക്റ്റായി അള്ളാഹിനോട് പാപമോചനം തേടിയാൽ അവൻ മുനാഫിഖാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എങ്കിൽ നമ്മുടെ നിസ്കാരത്തിലെ പ്രാർത്ഥനയും എല്ലാ ഇസ്തിഗ്ഫാറിന്റെ തേട്ടങ്ങളും മുനാഫിക്കിന്റെ തേട്ടമായി മാറൂലേ? അത്ര ഗൗരവമാണ് വിഷയം. നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ ചടങ്ങുകളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഹജ്ജിന്റെ ഓർമ്മയിൽ നമുക്ക് കടന്നു വരുന്നു മഹാരഥന്മാരായ 2 നബിമാര് വരുന്നുണ്ട്. മുത്തു മുസ്തഫയടക്കം 3 നബിമാര് വരുന്നുണ്ട്. ഒരു മഹദിയായ ഉമ്മയും കടന്നു വരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാജറ അലൈഹിസ്സലാം. ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ മീഖാത്തിൽ നിന്ന് നമ്മൾ ഉംറയ്ക്ക് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാമിൽ അങ്ങ് പ്രവേശിച്ച് നമ്മുടെ മുടിനീക്കൽ ചടങ്ങിലൂടെയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവസാനിപ്പിച്ച് ഹജ്ജിൽ നിന്നും ചടങ്ങുകളിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദുആ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, ഹാജറ ഉമ്മ ബീവി എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? പോകട്ടെ, ഇനി അവര് നേരിട്ട് വിളിക്കുന്നത് പോകട്ടെ. ബിഹഖി ഇബ്രാഹിം വബിജാഹി ഇസ്മായിൽ വബിബറകതി ഉമ്മിനാ ഹാജറ റളിയല്ലാഹു അൻഹാ. അവരുടെ ഹക്കും ജാവും ബർക്കത്തും പറഞ്ഞിട്ടുള്ളൊരു ദുആ ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ മനസ്സിൽ ഇബ്രാഹിം നബി ഇല്ലേ, ഇസ്മായിൽ നബി ഇല്ലേ, ഹാജറ ഉമ്മ ബീവി ഇല്ലേ, നമ്മുടെ മുത്തു മുസ്തഫ ഇല്ലേ? മുത്തു മുസ്തഫയല്ലേ കാണിച്ചു തന്നത്? ഹജ്ജിന്റെ മുഴുവൻ മനാസിക്കുകളും കാണിച്ചു തന്നിട്ട് അവിടുന്നല്ലേ പറഞ്ഞത്, ഖുദൂ അന്നീ മനാസികകും, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന രീതികളൊക്കെ ഇതാ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് നിർവഹിക്കണേ. മുത്തു മുസ്തഫയുടെ വസിയത്താണ്. നമ്മൾ ഇവരൊക്കെ ഓർക്കണില്ലേ? ഓർത്താ ശിർക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ചില ആൾക്കാർ നമ്മളെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കുക. മരിച്ചുപോയ മഹാന്മാരെ ഓർക്കാൻ പാടില്ലത്രേ, ശിർക്കാവൂ അത്രേ. ആരാ പറഞ്ഞ്? ഓർക്കാൻ പാടില്ല. ഇവരൊക്കെ ഓർക്കണില്ലേ? എന്തിനാ ഹജ്ജിൽക്ക് പോണ്? 5 നേരത്തെ നിസ്കാരത്തിലും ഇബ്രാഹിം നബിയെയും മുത്തു മുസ്തഫയെയും പറയാത്തൊരു നിസ്കാരം ഉണ്ടോ? ഓർക്കലാ തെറ്റി. അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇവര് പറയുന്നത് എന്താണ്? അള്ളാഹിനോട് അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് പറയും പോലെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചോളൂ. വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്കി വൈകൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ.
മുഹീദ്ദീൻ മാലയിലെ വരിയാണ്. ആർക്കെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ നിങ്ങൾ എന്നെ വിളിച്ചോ, യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ എന്ന് വിളിച്ചാൽ ആ സ്പോട്ടിൽ ഞാൻ ഹാജരായിട്ട് ഞാൻ ഉത്തരം തരാതിരിക്കൂല. ഇത് മുസ്ലിമിന് വിശ്വസിക്കാൻ പാടുണ്ടോ? അവര് വിളിച്ചു വരുത്തുകയാണ്. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് 1000 വട്ടം ഉരുവിട്ടുകൊണ്ട് യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 തവണ വിളിച്ചു കൂവുകയാണ്. ലൈറ്റ് അണക്കുകയാണ്. എന്നിട്ട് അട്ടഹസിക്കുകയാണ്. അവരുടെ വിശ്വാസം എന്താണ്? ശൈഖ് അവിടെ ഹാജരാകുന്നുണ്ട്. ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പ്രത്യേക വരി തന്നെയും അതിലുണ്ട്. യാ സയ്യിദി ഹുദുർനി യാ മുഹ്യിദ്ദീൻ, എന്റെ നേതാവായ മുഹീദ്ദീൻ ശൈഖ് ഞങ്ങളെ മജ്ലിസിൽ ഹാജരാവണേ. ഹാദിറൂ ഹാദിറൂ ഇമ്മജ്ലിസിൽ ഹാദിറൂ അംബിയ കുല്ലും ഹാദിറൂ ഔലിയ കുല്ലും ഹാദിറൂ. വിളിച്ചു വരുത്താണ്. നബിമാരെ ഹാജരാകൂ, ഔലിയാക്കളെ ഹാജരാകൂ, ഞങ്ങളെ കൈകൾ പിടിക്കൂ, ഞങ്ങളെ സഹായിക്കൂ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് നബി തങ്ങളോടും അതുപോലെയുള്ള ആളുകളോടും അവർ തേടിക്കൊണ്ടിരിക്കുന്നു. ഇത് ചെയ്തോൻ നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും ഹജ്ജിന് പോയിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ദിക്റും സലാത്തും ചൊല്ലിയിട്ടും മാഫി ഫൈദ, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇതാണ് ആദ്യം ശരിയാക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ബാപ്പ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോ മോനെ വിളിച്ചുകൊണ്ട്, മോനെ നീ നല്ലോണം തിന്നിട്ട് നിന്റെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം എന്നല്ലല്ലോ പറയുന്നത്. അതൊക്കെ ആവശ്യം തന്നെയാണ്. ഇതൊക്കെ മക്കൾ തിന്നോളും, രോഗം വരുമ്പോ നമ്മൾ ചികിത്സിച്ചോളും. പക്ഷേ ഇന്നെന്റെ മോനോ ഞാനോ മരിച്ചാലും ഞാനും എന്റെ മോനും നരകത്തിയിൽ പോയി കൂടാ. അതിനുള്ള പ്രൊട്ടക്ഷനാണ്, അതിനുള്ള പ്രിക്വേഷനാണ് ആദ്യം കൊടുക്കുന്ന മരുന്നിലുള്ളത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ കുഞ്ഞുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. കാരണം ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്കാണ് വമ്പിച്ച അക്രമം. ഇതാദ്യം പറയേണ്ടത് ആരോടാണെന്നറിയോ? ഞാനത് പഠിച്ചാൽ ഞാൻ ആദ്യം പറയേണ്ടത് എന്റെ മക്കളോടാണ്. എന്റെ വാപ്പുണ്ടെങ്കിൽ വാപ്പനോടാണ്, ഉമ്മണ്ടെങ്കിൽ ഉമ്മനോടാണ്. അതെവിടുന്ന കിട്ടി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചു, വഅൻദിർ അശീറതകൽ അഖറബീൻ, ഓ നബിയേ നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകണേ. പുറത്തുള്ളവരോട് പറയുന്നതിന്റെ മുമ്പ് ആദ്യം സ്വയം നന്നാവണം. ആദ്യം ഞാൻ നന്നാവണം. ഞാൻ നന്നായാലേ മറ്റുള്ളവരോട് പറയാൻ എനിക്ക് പറ്റുള്ളൂ. യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു ഹല്ലാ ലിനഫ്സിക കാന ദത്തഅലീമു ഫബ്ദഅ ബിനഫ്സിക ഫൻഹഹാ അൻ ഗയ്യിഹാ فإذا انتهت عنه فأنت حكيم. മറ്റുള്ളവരോട് നന്മ പഠിപ്പിക്കുന്ന ഉസ്താദേ, മറ്റുള്ളവരോട് നന്മ പറയുന്ന രക്ഷിതാക്കളെ, അത് നീ ആദ്യം നിന്റെ സ്വന്തത്തോടാണ് പറയേണ്ടത്. നീ നന്നാവാതെ മറ്റുള്ളവരോട് പറയാൻ നിനക്ക് അവകാശമില്ല. ഞാൻ ചൊല്ലിയ കവിതയുടെ പൊരുൾ, ആശയം അതാണ്. അത് നമ്മുടെ മനസ്സിൽ വേണം. പാപ്പാന്റെ മനസ്സിലും വേണം, ഉമ്മയുടെ മനസ്സിലും വേണം. ഇനി ആലോചിക്ക്, ഇവിടെയുള്ള ഓരോ രക്ഷിതാവും ആലോചിക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ വിളിച്ച് ഇന്ന് വരെ ഞാനിത് പറഞ്ഞോ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്കിനെതിരെ ബോധവൽക്കരണം കുടുംബത്തിൽ ആദ്യം കൊടുക്കണം. അപ്പൊ കുട്ടികൾ ചോദിക്കും, എന്താപ്പാ ശിർക്ക്? എന്താ നിങ്ങൾ ഈ പറയുന്ന ശിർക്ക്? സാധാരണ പ്രവാസികൾക്കൊക്കെ ഒരു അസുഖമുണ്ട്. പ്രവാസികൾക്ക്, ഞാനൊരു പ്രവാസിയാണല്ലോ, എല്ലാവർക്കും ഒരു അസുഖം. എന്താണെന്നറിയോ? നമ്മളിപ്പോ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പോണ്ട. അവരിപ്പോ ഏതായാലും മാലിയും മൗലൂദും ഒന്നുമില്ല. അവരേതായാലും കബറ് കെട്ടിപ്പൊന്തിക്കലും നേർച്ചയിലും പൂരത്തിലൊന്നും പങ്കെടുക്കലില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അങ്ങനെ ആരും വിചാരിക്കരുത്. നിങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന നിലക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ ശിർക്ക്? എന്താണ് ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ദുരാചാരങ്ങൾ?
ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചാ നമ്മുടെ മക്കളെ ഖബർസ്ഥാനിൽ വരണ്ടേ? നമ്മുടെ മയ്യത്ത് ഖബറടക്കുമ്പോ അവർക്കറിയു വേണ്ടേ ആ ഖബർ ഭൂമിയുടെ ഒരു ചാണിൽ നിന്ന്, ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഒരാളുടെ ഖബറും ഉയരാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ മാക്സിമം ഉയരം എത്രയാണ്? ഒരു ചാണ്. ഒരു ചാണിലപ്പുറം എത്ര രാജാവായാലും, ഇവിടൊക്കെ അബ്ദുള്ള രാജാവിന്റെ ഒക്കെ ഖബർ കണ്ടില്ലേ? അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. വലിയ രാജാവല്ലേ? അദ്ദേഹം കിടക്കുന്ന ഖബർസ്ഥാൻ കണ്ടിട്ടില്ലേ? പൊതു ഖബർസ്ഥാനിലല്ലേ? എല്ലാരും കിടക്കുന്നിടത്തല്ലേ? അള്ളാഹിന്റെ മുമ്പിൽ അങ്ങനെയാ. ഒരു ഖബറും ഒരു ചാണിലപ്പുറം ഉയർത്താൻ പറ്റൂല. മുത്തു മുസ്തഫയുടെ ഖബർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അത് കണ്ടവരായ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ആ 3 ഖബറുകളും കണ്ടവരാണ്. ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടതായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതാണ് ഖബറിന്റെ ഉയരം. ഇന്ന് നിങ്ങൾ നെറ്റിലടിച്ചു നോക്കൂ, സൗകര്യങ്ങളില്ലേ? നമുക്ക് മക്കൾക്ക് കാണിച്ചു കൊടുത്തുകൂടെ? ഇതാ മക്കളെ, ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നത് കണ്ടോ? ഏത് വലിയുകളാണെന്ന ആളുകളുടെ പേരിൽ നടക്കുന്ന ദർഗകളുടെയും ജാറങ്ങളുടെയും ഒക്കെ ഫോട്ടോകൾ നെറ്റിൽ കിട്ടും. കാണിച്ചു കൊടുക്ക് കുട്ടികൾക്ക്. ഇതാ കണ്ടോ, ഇതാ ഇവര് ചെയ്യുന്നത്. ഇത് മുത്ത മുസ്തഫ എതിർത്ത കാര്യമാണ്. ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല. അതിന്മേൽ കണ്ടില്ലേ തുണി മൂടിയിട്ടുള്ളത്? പാടില്ലെന്നാ നബി പറഞ്ഞത്. അവിടെ കണ്ടില്ലേ വിളക്ക് കത്തിക്കുന്നത്? പാടില്ലെന്നാണ് നബി പറഞ്ഞത്. നിങ്ങൾ കാണുന്നില്ലേ അവിടെ പൂമാല വെതറിയിട്ടുള്ളത്? പാടില്ലെന്നാണ് മുത്ത് മുസ്തഫ പഠിപ്പിച്ചത്. നിങ്ങൾ കണ്ടില്ലേ ആളുകൾ ആ ഖബറിനെ ചുംബിക്കുന്നത്, അതിന്മേൽ തടവുന്നത്, അവിടെയുള്ള എണ്ണയെടുത്ത് കുടിക്കുന്നത്, ആ എണ്ണ തലയിലും ശരീരത്തിലും പുരട്ടുന്നത്, അവിടെ അതാ നേർച്ചപ്പെട്ടിയിൽ പണമിടുന്നത്, ഇതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയണം, ഇതൊന്നും മുത്ത് മുസ്തഫ പഠിപ്പിച്ച ഇസ്ലാമല്ല. ഞങ്ങളൊക്കെ പാരമ്പര്യ മുജാഹിദീങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ടേതൊക്കെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളാണ്, ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് മക്കളോടതൊന്നും പറയണ്ട നിങ്ങൾ വിചാരിക്കണ്ട. കാരണം മക്കൾ വേറൊരു ലോകത്തേക്ക് നിങ്ങളുടെ പിടിവിട്ട് പോകും. അവര് പോകുന്നിടത്ത് എവിടെയാണെങ്കിലും അവരിൽ ജീവിതത്തിൽ അവരുടെ അഖീദ പഴക്കാൻ പാടില്ല, വിശ്വാസം പഴക്കാൻ പാടില്ല, അവര് ശിർക്കിലകപ്പെടാൻ പാടില്ല. എന്താ ഏലസ് കെട്ടിയാൽ കുഴപ്പമൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അരയിലും കഴുത്തിലും കാതിലും ഒക്കെയായിട്ട് ആളുകളതാ പല നിറത്തിലുള്ള ചരടുകൾ കെട്ടുന്നു, ഏലസുകൾ കെട്ടുന്നു, ഉറുക്കുകൾ കെട്ടുന്നു. കരിങ്കണ്ണ നോക്ക് എന്ന് പുതിയ വീട് നിർമ്മിക്കുമ്പോൾ അവിടേതാ കണ്ണേറിന് വേണ്ടി കണ്ണേറ് തട്ടാതിരിക്കാൻ കരിങ്കണ്ണ നോക്ക് എന്ന ബോർഡ് എഴുതി വെക്കുന്നു, കോലങ്ങൾ നാട്ടുന്നു. ഇതൊക്കെയാണോ ഇസ്ലാം പഠിപ്പിച്ച രീതികൾ? അല്ലെന്ന് മക്കൾക്ക് ഉത്ബോധനം കൊടുക്കണം. അതിന് നമുക്ക് അതിനെക്കുറിച്ച് ബോധം വേണം. അങ്ങനെ വിശ്വാസത്തിന്റെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ശിർക്ക് വരുന്ന വഴികളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം നോക്കൂ നിങ്ങൾ, പിന്നീട് ലുഖ്മാൻ അലൈഹിസ്സലാം എന്തു പറയുന്നു? ലുഖ്മാൻ എന്ന് പറയുന്ന മഹാനായ ആ പിതാവ് രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? അള്ളാഹിനോടുള്ള ബന്ധം പഠിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ, മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം, മാതാപിതാക്കളോട് നന്ദി ചെയ്യണം. അള്ളാഹിനോടുള്ള കടമ കഴിഞ്ഞാൽ അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ റസൂലിനോട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കടമ നമുക്ക് ആരോടാ? നമ്മുടെ മാതാപിതാക്കൾ. ഇത് കുടുംബങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അറിയൊക്കെ ചെയ്യാം, പക്ഷെ പ്രായോഗിക തലത്തിൽ പ്രശ്നങ്ങളാ. ഇവിടെ കൂടിയ ഓരോ കുടുംബാംഗങ്ങളും ചിന്തിക്ക്, എന്റെ ബാപ്പയോട്, എന്റെ ഉമ്മയോട് എന്റെ നിലപാട് എങ്ങനെയാണ്? അള്ള പറയുന്നു അള്ളാഹിനോട് നന്ദി കാണിക്കണം, മാതാപിതാക്കളോടും നന്ദി കാണിക്കണം. അത് പറഞ്ഞിട്ട് പറയാണ് വഇലയ്യൽ മസീർ, എന്റെ അടുത്തേക്കാ നിങ്ങളുടെ മടങ്ങി വരവ്. അള്ളാഹിന്റെ അടുക്കൽ ചോദ്യം ചെയ്യുന്ന പ്രശ്നം അത്. മാതാപിതാക്കളുടെ അടുക്കൽ നമ്മുടേതായ പെരുമാറ്റം എപ്രകാരമാണ്? അത് വളരെ ഗൗരവമാണ്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്നൊരു വാക്ക് പോലും നീ അവരോട് പറയരുത്, ഛേ എന്ന് പോലും പറയരുത്. ചിന്തിക്ക്, ഇന്നത്തെ കുടുംബം, ഇന്നത്തെ മക്കൾ
നമ്മളാകുന്ന മക്കൾ അല്ലെങ്കിൽ നമുക്കുള്ള മക്കൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്? ഇസ്ലാമികമാണോ? പച്ചയിട്ട് സംസാരിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ മാത്രം പോരാ. എന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൂടി ബോധ്യമാകുന്ന വിധത്തിൽ ഞാൻ ഖിദ്മത്ത് ചെയ്യണം. മാതാപിതാക്കൾക്ക് ബോധ്യമാവണം, എന്റെ മോനിക്ക് ഞാൻ വലുതന്നെയാണ്. ഏതൊരു പ്രശ്നം നമ്മൾ ചെയ്യുമ്പോഴും തുടക്കം കുറിക്കുമ്പോഴും ജീവിച്ചിരിക്കുന്ന ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ അവരുമായി മുശാവറ നടത്തണം. അവരുടെ അഭിപ്രായം മുഴുവൻ സ്വീകരിക്കാനൊന്നുമല്ല. പക്ഷേ നമ്മളൊരു കാര്യത്തിന് തുടക്കം കുറിച്ചത് അയൽവീട്ടിൽ നിന്നും പുറത്തുനിന്നും നമ്മുടെ ഉമ്മീപ്പി അറിയേണ്ടി വരുന്നാലുള്ളൊരവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയേ. ഉദാഹരണം, ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു വീടിന് തറയിടുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ ബാപ്പ ഹയാത്തിലുണ്ട്, ഉമ്മ ഹയാത്തിലുണ്ട്, ഞാൻ പറഞ്ഞില്ല. എവിടുന്നോ എൻ്റെ ഉമ്മീപ്പിയൊക്കെ അറിഞ്ഞു, എൻ്റെ മോനൊരു വീടുണ്ടാക്കുന്നുണ്ട് അത്രേ, എൻ്റെ മോനൊരു പുതിയ ഷോപ്പിന് തുടക്കം കുറിക്കുന്നുണ്ട് അത്രേ. അതറിഞ്ഞ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിലുണ്ടാകുന്ന തീ, ആ തീയെ കെടുത്താൻ നിങ്ങളുടെ റിയാലുകൾ പോരാ, നമ്മുടെ ഡോളറുകൾ പോരാ, മറിച്ച് അവരുടെ ആ രോഷത്തിന്റെ ആ തീ ഉണ്ടല്ലോ, വേദനയുടെ തീ ഉണ്ടല്ലോ, അത് കെടുത്തിക്കളയാൻ ലോകത്ത് ഒരാളെ കൊണ്ടും സാധ്യമല്ല, നിങ്ങളെ കൊണ്ടല്ലാതെ. പാപ്പാക്കും ഉമ്മാക്കും കിട്ടേണ്ടത് എന്താണെന്നറിയോ? പ്രായമാകും തോറും ഇന്ന് കിട്ടണത് എന്താ? അവഗണനയാണ്. കിട്ടേണ്ടതെന്താ? പരിഗണനയാണ്. പ്രായമാകും തോറും ഉപ്പയോട് അന്വേഷണം നിർത്തി, ഉമ്മയോട് കൂടിയാലോചന നിർത്തി. പിന്നെ ഞാൻ പോന്നവനാണ്, എന്തിനും എനിക്ക് തന്നെ കഴിയും, പിന്നെ എന്തിനാ ബാപ്പ, പിന്നെ എന്തിനാ ഉമ്മ. അങ്ങനെ ഏതെങ്കിലും ഒരാണിനോ പെണ്ണിനോ തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ അധോഗതിയുടെ 1-ാം തീയതി അവിടെ മുതൽക്കാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്കുള്ള പരിഗണന ഏറെ പ്രധാനമാണ്. ഛേ എന്ന വാക്ക് പോലും പറയരുത്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാവാത്തിടത്തോളം കാലം അവരെന്ത് പറഞ്ഞാലും അനുസരിച്ചോളണം. മറിച്ച് റബ്ബിന് എതിരായ കാര്യം അവര് പറഞ്ഞാലോ അനുസരിക്കാനും പാടില്ല. ലുഖ്മാൻ മോനോട് പറഞ്ഞു കൊടുത്തതാ, മോനെ, പാപ്പിയമ്മയൊക്കെ നിന്നോട് അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞാ ചെയ്യണ്ട, അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ അനുസരിക്കണം. ഇന്നിന്റെ വീടുകൾ എങ്ങനെയാണ്? മാതാപിതാക്കൾ മക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു കാലം. വീടുകളിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഉമ്മ അടുക്കളയിലും വീടിന്റെ പരിസരങ്ങളിലുമായി കഷ്ടപ്പെടുകയാണ്. ഉമ്മ കഷ്ടപ്പെടുന്ന കാര്യം ഇവിടെ ആൺമക്കളും പെൺമക്കളും കാണുകയാണ്. ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഞങ്ങൾക്ക് മറ്റ് തിരക്കുകളുണ്ട് എന്ന് പറയുന്നു. ഒരു വീട്ടിലെ ഉമ്മ രാവിലെ 4 മണിക്കോ 3:30ക്കോ അടുക്കളയിൽ അങ്ങ് കയറിയാൽ പിന്നെ രാത്രി 12 മണി വരെ അടുക്കളയിൽ തളച്ചിടപ്പെട്ട് കുടുംബത്തിലെ മെമ്പർമാർക്കെല്ലാമുള്ള ഖദ്ദാമയായി വർത്തിക്കുകയാണ്. ഖാദിമത്തായിട്ടൊരു ഉമ്മ വീട്ടിൽ നിലനിൽക്കേണ്ടവരാണോ? ഉമ്മമാരത് ചെയ്യും, നമുക്കൊക്കെ പരിചയമില്ലേ, നമ്മളൊക്കെ ഉമ്മമാരത് ചെയ്യും, ഒരിക്കലും മടിയൊന്നുമില്ല. പക്ഷേ സാലറി ഇല്ലാത്ത ജോലിയാണത്, പഞ്ചിങ് ഇല്ലാത്ത ജോലിയാണത്, അതിന് ഡ്യൂട്ടി ടൈമില്ല, അതിന് സാലറി ഇല്ല. പക്ഷേ എത്ര മക്കളത് കണ്ടറിയുന്നുണ്ട്. അവർക്ക് അവരുടെ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ മുഖം മാറും, അവരുടെ സ്വരം മാറും, അവരുടെ പെരുമാറ്റം മാറും, അവരൊച്ചവക്കും, അവർ നന്ദി കേടിന്റെ വാക്ക് പറയും. ഉമ്മ നിന്റെ ഖാദിമത്തല്ല, ഉമ്മ നിന്റെ ആദരവിന് അർഹയായ പൊന്നുമ്മയാണ്, പൊന്നു ഉപ്പയാണ്. അവരിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ അവരെ സഹായിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചെയ്യുന്ന അപരാധമാണത്. അതേ അവസരത്തിൽ എനിക്കാരുമില്ലല്ലോ സഹായത്തിന് എന്ന് പരിഭവപ്പെടുകയും നമ്മളോട് സഹായം തേടുക ചെയ്തിട്ട് പോലും നമ്മളൊന്ന് അനങ്ങുന്നില്ലെങ്കിൽ അത് വൻ പാപമാണ്. ഇത് മക്കൾക്ക് കൊടുക്കേണ്ട മെസ്സേജാണ്. ഇത് മക്കൾക്ക് കൊടുക്കേണ്ട മെസ്സേജാണ്. അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞ് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഉമ്മാര് മക്കൾക്ക് ഖിദ്മത്തെടുക്കേണ്ടി വരുന്നൊരവസ്ഥ. വാസ്തവത്തിൽ പ്രായമായാൽ ഉമ്മക്കും ബാപ്പക്കും മക്കളല്ലേ ഖിദ്മത്ത് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടത്.
അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കണം. അതേ അവസരത്തിൽ ഉമ്മയുടെ കൂടെ പലപ്പോഴും ഉമ്മയോ ഉപ്പയോ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഒന്ന് പോയി നിന്നു കൊടുക്കുന്നത് പോലും അവർക്ക് എന്തൊരു സന്തോഷമാണ്, അല്ലേ? നേരെ മറിച്ച് നമ്മളവരെ മൈൻഡ് ചെയ്യാതെ നമുക്കൊക്കെ ചെയ്തു തരേണ്ടവളെന്നെ നിന്റെ വാപ്പിയും മീന്ന് ഏതെങ്കിലും ആൺകുട്ടിയും പെൺകുട്ടിയും വിചാരിക്കുന്നുണ്ടെങ്കിലോ തെറ്റല്ലേ അത്? ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോവുകയാണ്. ആലോചിക്കണം. അപ്പൊ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കാതെ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത, അവൻ വെറുക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മക്കളോട് മാതാപിതാക്കൾക്ക് പറയാൻ അവകാശമുണ്ടോ? അവകാശമില്ല. പറഞ്ഞാലോ അനുസരിക്കേണ്ട ബാധ്യതയുമില്ല. അത് വേറെ വിഷയമാണ്. അള്ളാനെ വെറുപ്പിച്ചിട്ട് ഉമ്മാനെയും ബാപ്പാനെയും സുഖിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. അതേ അവസരത്തിൽ അല്ലാത്ത നിലക്കുള്ള എല്ലാ പെരുമാറ്റങ്ങളും നന്നാക്കണം. ഇതാണ് രണ്ടാമത് ആ ബാപ്പ മകനോട് പറയുന്നത്. മൂന്നാമത്തെ വിഷയം എന്താ? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. നമ്മുടെ ജീവിതത്തിന്റെ സൂക്ഷ്മതയാ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളും നമ്മുടെ കുടുംബത്തിലെ ഓരോ മെമ്പറും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു കടുക് തരിയോളം വലുപ്പത്തിലുള്ള ഒരു കാര്യം, ഒരു കടുക് തരി കറുകറുത്ത പാറക്കെട്ടിലുണ്ടെങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയുമാണെങ്കിൽ ആയിക്കോട്ടെ, അവിടെയുള്ള ഒരു കടുക് തരി അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം പോലും അള്ളാഹു അത് പരലോകത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാനെ അറിയാതെ, അള്ള കേൾക്കാതെ, അള്ള അറിയാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നന്മ ചെയ്താലും കാണും, തിന്മ ചെയ്താലും കാണും. അത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനുള്ള പാഠമാണ്. നമ്മളും നമ്മുടെ കുടുംബത്തിലെ ഓരോ മെമ്പറും മനസ്സിലാക്കണം. നമ്മൾ എവിടെയായിരുന്നാലും അള്ളാനെ സൂക്ഷിക്കണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയാണെങ്കിലും അള്ളാനെ സൂക്ഷിക്കണേ. എവിടെയാണെങ്കിലും അള്ളാനെ സൂക്ഷിക്കണം. അത് നമ്മളെ വാപ്പിയമ്മയും കാണുന്നുണ്ടെങ്കിലും, പരിചയക്കാരുടെ ഇടയിലാണെങ്കിലും, നാട്ടിലാണെങ്കിലും, അല്ല വിദേശത്ത് ജോലിയിലാണെങ്കിലും, മറുനാട്ടിൽ പഠനത്തിന് പോയതാണെങ്കിലും, പ്രവാസികളുടെ മക്കളൊക്കെ അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവരൊക്കെ വിദേശങ്ങളിൽ പഠിക്കാൻ പോകും, ഹോസ്റ്റലുകളിൽ പോകും, പല നാടുകളിൽ പഠനത്തിന് നമ്മൾ പറഞ്ഞേക്കും. ആ മക്കൾ അപ്പോഴും നമ്മുടെ പാതയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ ഈ ആയത്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എവിടെ പോയിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹ് അറിയാതെ, കാണാതെ, അവൻ നോക്കാതെ, അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയൂലട്ടോ. പരലോക കോടതിയിൽ റബ്ബത് കൊണ്ടുവരും. റഹ്മാനായ റബ്ബ് അറിയാതെ ഒന്നും ചെയ്യാനാവില്ല. റബ്ബിനെ പേടിക്കണേ. അവൻ ലത്തീഫാണ്, അവൻ ഖബീറാണ്. അള്ളാന്റെ രണ്ട് നാമങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ലുഖ്മാൻ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ? നമ്മൾ പഠിച്ചോ? എന്തുകൊണ്ട് തെറ്റ് ചെയ്തുകൂടാ? നാട്ടുകാരറിയും. എന്തുകൊണ്ട് തെറ്റ് ചെയ്തുകൂടാ? ഉമ്മ അറിയും. എന്തുകൊണ്ട് തെറ്റ് ചെയ്തുകൂടാ? ബാപ്പ അറിയും. അതാണോ മാനദണ്ഡം? അല്ല. ഇവരാരുമില്ലാത്തടത്ത് ഞാൻ ഒറ്റക്കാണെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹ് നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട്. അത് ഉറച്ചാണ് വിശ്വസിച്ചാൽ പിന്നെ ഞാൻ എവിടെ പോയാലും പഴക്കൂല. ആ വിശ്വാസമില്ലെങ്കിലോ ഞാൻ പഴക്കും. അതുകൊണ്ട് ഇത് ഗൗരവത്തോടെ ആ ബാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മോനെ, ജീവിതത്തിൽ മുഴുവനും നല്ല തഖ്വ വേണം. ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്ഥിതി എന്താണ്? ആൺമക്കളുടെയും പെൺമക്കളുടെ വേഷവിധാനം. പ്രവാസികളെ നിങ്ങൾ ആലോചിക്കൂ. നിങ്ങളുടെ കൂടെയുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, നാട്ടിലുള്ള പെൺമക്കൾ, അവരുടെ വേഷം എന്താണ്? അള്ളാഹു പൊരുത്തപ്പെടുന്നതാണോ? റബ്ബിന്റെ അടുക്കൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന വിധത്തിലാണോ? നമ്മുടെ റിയാല് അയച്ചു കൊടുത്തുകൊണ്ട് അവർ വസ്ത്രം തയ്പ്പിക്കുന്നത് എപ്രകാരമാണ്? അവർ ഇറുകിയ പാൻറ് ധരിക്കുകയാണ്, അതുപോലെ തന്നെ അവർ ടീഷർട്ട് ധരിക്കുന്നു. പേരിന് വേണമെങ്കിൽ ഒരു മഫ്ത ഇങ്ങനെ വെറുതെ കുത്തിയിട്ടുണ്ട്. അതിന്റെ തലപ്പുകൾ മാറിലേക്ക് താഴ്ത്തിയിട്ടിട്ടില്ല, രണ്ട് സൈഡിലേക്ക് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. മാറ് വെളിവാവുകയാണ്. ശരീരത്തിന്റെ കൊഴുപ്പും മുഴപ്പുമെല്ലാം പ്രത്യക്ഷപ്പെടുകയാണ്. നരകത്തിയിലേക്കല്ലേ ആ വസ്ത്രം എത്തുന്നത്?
സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാനാവില്ലെന്നല്ലേ മുത്ത് മുസ്തഫ പറഞ്ഞത്? നിങ്ങൾ ഉത്തരവാദികളാവില്ലേ? പരലോക കോടതിയിൽ നിങ്ങളയച്ച കാശ് വാങ്ങിക്കൊണ്ടാണ് അവർ ടെക്സ്റ്റൈൽസുകളിൽ പോയിട്ട് അധുനാധുന മോഡലുകൾ എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ ചിരിപ്പിക്കുന്ന, റഹ്മാനായ റബ്ബിനെ വെറുപ്പിക്കുന്ന മോഡലുകളിൽ അവർ വേഷം ധരിച്ച് പുറത്തേക്കിറങ്ങിയത്. ആരാ കുറ്റക്കാർ? രക്ഷപ്പെടാൻ പറ്റുമോ? അന്വേഷിക്കണ്ടേ? പരിഹാരം കാണണ്ടേ? അതിന് പരിഹാരം കാണാതെ ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡാണത് എന്നൊക്കെ പറയുന്നത് ഒരു ന്യായീകരണവുമല്ല. മറിച്ച് റബ്ബിന്റെ കോടതിയിൽ ഒന്നാം പ്രതി നമ്മൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ ഒന്നാം പ്രതിയാക്കി അവിടെ അവതരിപ്പിക്കും. വേണ്ട സമയത്ത് വേണ്ടത് വേണ്ട വിധത്തിൽ പഠിപ്പിച്ചു തരാത്ത ഉമ്മയാണ് നിൽക്കുന്നത്, ഉപ്പയാണ് നിൽക്കുന്നത്. ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ അല്ലാ എന്ന് നമ്മുടെ പൊന്നുമോള്, നമ്മുടെ പൊന്നുമോന് റബ്ബിന്റെ കോടതിയിൽ പറയുന്നത് നമുക്ക് സഹിക്കാനാകുന്നത് പോയിട്ട് ചിന്തിക്കാനെങ്കിലുമാകുമോ? ഗൗരവത്തോടെ ആലോചിക്ക്. എന്താ നമ്മുടെ പെൺമക്കൾ പുറത്തേക്കിറങ്ങുന്ന വേഷം? അവരാരുമായിട്ടാണ് കൂട്ടുകെട്ട്? അവര് വാതിലടച്ച് ഒറ്റക്കിരുന്നു കൊണ്ട് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? അവര് പഠനാവശ്യാർത്ഥമാണ്, പ്രൊജക്റ്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഒറ്റക്കിരിക്കുന്നുണ്ടോ? ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഉമ്മ ഖുർആൻ ക്ലാസ്സിന് വരുന്നു, ഉപ്പ ഖുർആൻ ക്ലാസ്സിന് പോകുന്നു. ടീനേജുകാരനായ മകൻ വരുന്നില്ല, ടീനേജുകാരിയായ മകൾ വരുന്നില്ല. നമ്മളാവട്ടെ, അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് പ്രൊജക്റ്റ് വർക്കുകളുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഞങ്ങളില്ലെന്ന് പറഞ്ഞപ്പോ നമ്മളും സമ്മതം കൊടുത്തു. എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ ഒരൊറ്റ മണിക്കൂർ ഖുർആൻ ക്ലാസ്സിന് നിങ്ങളുടെ മോനോ മോളോ വന്നിരുന്നത് കൊണ്ട് ഒരു മാർക്ക് പോയിട്ട് അര മാർക്ക് പോലും കുറയൂല. നിങ്ങൾക്ക് റബ്ബിൽ തവക്കുലുണ്ടോ? ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. അല്ലാഹുവിന്റെ ഖുർആനാ. അള്ളാഹിനെ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ തോൽക്കൂല. അത് നിങ്ങൾക്ക് ആ ഉറപ്പ് വേണം, നിങ്ങളുടെ മക്കൾക്ക് ആ തവക്കുല് വേണം. ഒരു മണിക്കൂർ ഖുർആൻ ക്ലാസ്സിന് വന്നിരുന്നത് കൊണ്ട് ഒരു മാർക്കും കുറയൂല. കാരണം നീ പരീക്ഷ എഴുതുമ്പോ, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോ ഉത്തരം നിന്റെ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടത് റഹ്മാനായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിന്റെ പരീക്ഷയിൽ 1/4 മാർക്ക് പോലും മോനെ മോളെ നിനക്ക് നഷ്ടപ്പെടൂലെന്ന് പറഞ്ഞിട്ട് ആ മക്കളെയും കൂടെ കൂട്ടിയിട്ട് ഖുർആനിന്റെ ദർസിലേക്ക് കൊണ്ടുപോകാൻ ഈ ഫാമിലി കോൺഫറൻസിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരൊറ്റ ഉപ്പാക്കും ഉമ്മാക്കും ഇനി ഒരു വൈമനസ്യവും ഉണ്ടാകാൻ പാടില്ല. അവിടെ നമ്മുടെ വിജയം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കുടുംബസമേതം കേട്ടില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ കൗൺസിലർമാരെ അന്വേഷിച്ച് നടക്കേണ്ടി വരും. കൗൺസിലിങ്ങിന് ആളെ തേടി അന്വേഷിച്ച് നടക്കേണ്ടി വരും. എന്താ പ്രശ്നം? എന്താന്നറിഞ്ഞൂടാ, ഓള് പറഞ്ഞൊന്നും കേൾക്കണില്ല. എന്താന്നറിഞ്ഞൂടാ, ഓന്റെ മുഖവും ഭാവവും മട്ടുമൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. എന്താ പ്രശ്നം? ഒരു വേള അവൻ പലതിനും അഡിക്റ്റായി പോയിട്ടുണ്ട്, അവൻ ലഹരിയിൽ പെട്ടുപോയിട്ടുണ്ട്, അവൻ വഴിവിട്ട സെക്സിൽ പെട്ടുപോയിട്ടുണ്ട്, അവിഹിതമായ ചാറ്റിങ്ങുകളിൽ പെട്ടുപോയിട്ടുണ്ട്, അവിഹിതമായ ബന്ധങ്ങളിൽ അവൻ പെട്ടുപോയിട്ടുണ്ട്, ഏതൊക്കെയോ ഗെയിമുകളിൽ അവൻ പെട്ടുപോയിട്ടുണ്ട്, ലക്ഷങ്ങളുടെ കടബാധ്യത അവൻ വരുത്തി വച്ചിട്ടുണ്ട്. എന്താണ് തടസ്സമായി വന്നത്? എന്താണ് കാരണമായി വർത്തിച്ചത്? നിങ്ങളുടെ ശ്രദ്ധക്കുറവെന്ന് തന്നെയാണെന്ന് ഓരോ രക്ഷിതാവും ഇവിടെ വെച്ച് കൃത്യമായി പഠിച്ചേക്കണം. എന്നിട്ട് മക്കളെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെയൊക്കെ നോക്കിയാൽ എന്താ, മക്കൾ പഴക്കൂലേ? പഴക്കാം. നോഹ് നബി അലൈഹിസ്സലാം
950 കൊല്ലം ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഒരു മോൻ പഴച്ചിട്ടാ മരിച്ചുപോയത്. അത് അള്ളാന്റെ പ്രത്യേകമായ തീരുമാനമാണ്. അതിന് നമുക്ക് നിവൃത്തിയില്ല. പരലോക കോടതിയിലെത്തിയാൽ ഉപ്പമാരെ, ഉമ്മമാരെ, റഹ്മാനായ റബ്ബ് നമ്മളോട് നീത പറഞ്ഞിട്ട് എത്ര പേരെ നന്നാക്കാൻ നിനക്ക് പറ്റി എന്ന് അള്ളാഹ് ചോദിക്കൂല. മറിച്ച് നീ എത്ര പേരുടെ കാതിലേക്ക് ഈ സത്യത്തിന്റെ സന്ദേശം നീ പറഞ്ഞുകൊടുത്തു എന്ന ചോദ്യം എന്നോടുമുണ്ടാകും, നിങ്ങളോടുമുണ്ടാകും. അവിടെ തകരാറ് വരാൻ പാടില്ല. നമ്മളെ കടമ നമ്മൾ നിർവഹിക്കണം. നന്നാവലും നന്നാവാതിരിക്കലൊന്നും നമ്മുടെ കഴിവുപ്പെട്ടതല്ല. അത് അള്ളാനോട് പറയാ, ദുആ ചെയ്യ്, പറയണേ. നമ്മൾ തന്നെ നന്നാവോന്ന് നമുക്കറിയില്ലല്ലോ, എങ്ങനെ മരിക്കാന്നറിയില്ലല്ലോ. അതിനല്ലേ നമ്മളിങ്ങനെ തേടുന്നത്. തവഫനി മുസ്ലിമാ, മുസ്ലിമായി മരിപ്പിക്കണേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വർഗത്തിൽ സാലിഹീങ്ങളുടെ കൂടെ ചെന്ന് ചേരാൻ തൗഫീക്ക് തരണേ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മൊബൈൽ ഉപയോഗിക്കുന്ന കാലമാണ്. അതിലൂടെ ഒരുപാട് ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്ന കാലമാണ്. സ്കൂളുകളിലാണെങ്കിൽ സ്കൂളുകളിൽ മക്കൾ പോകുമ്പോ നമുക്ക് നല്ല ശ്രദ്ധ വേണം. നമ്മളെ കയ്യിൽ കുറഞ്ഞ മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ കുറഞ്ഞ മണിക്കൂറേ ഉള്ളൂ. അധിക സമയവും കലാലയങ്ങളിലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഡാൻസ് വരാൻ പോവാണ്. സ്കൂളുകളിലൊക്കെ ഇനി നമ്മുടെ ഗവൺമെന്റ് ഇനി ഒരു ഡാൻസ് നടപ്പിലാക്കാൻ പോവാണ്. എന്തിനാ പ്രശ്നം? ലഹരി ആ കുട്ടികൾക്കിടയിൽ പടരാതിരിക്കാൻ. ഈ ലഹരി പടരുന്നത് എന്തുകൊണ്ടാണത്രേ അവർ കണ്ടെത്തിയ കാരണം? കുട്ടികളിലൊക്കെ ഒരുതരം സ്ട്രെസ്, വിഷാദ രോഗം. അപ്പൊ ആ രോഗം ഉണ്ടാവാനുള്ള കാരണം എന്താ? കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഫ്രീ ആയി കിട്ടണം. ടെൻഷൻ ഫ്രീ ആണ് എന്താ വേണ്ടത്? സൂംബ ഡാൻസ്. അങ്ങനെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇനി ടീച്ചർമാരും മാഷുമാരും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്നിച്ച് നിന്ന് അങ്ങനെ ഡാൻസ് കളിക്കും. എന്നിട്ട് വല്ല മനസ്സൊക്കെ ഫ്രീ ആക്കും. അങ്ങനെ ലഹരിയെ തടയാമെന്നാണ്. എഴുതി വെച്ചോളിൻ, അത് ലഹരി ഇവിടെ സമൂഹത്തിൽ പടർത്തേ ചെയ്യുള്ളൂ. ആ ഡാൻസ് കുറച്ചേരം തുള്ളണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ പറയും അതിനനുസരിച്ച് ഈ പാവാട ഈ ഡ്രസ്സൊന്നും പോരാന്ന്. അപ്പൊ അതിന് നല്ല ടൈറ്റ് ഫിറ്റ് ഡ്രസ്സ് വേറെ വേണം. എന്നിട്ടാണും പെണ്ണും ഒന്നിച്ചേ തുള്ളാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമല്ലേ നമ്മുടെ നാട്ടില്. വേറെ വേറെ ആക്കിയാ പിന്നെ തീവ്രവാദിയാവൂലേ? അപ്പൊ ഒന്നിച്ചെന്നെ. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ തുള്ളണം എന്നുണ്ടെങ്കിലോ അപ്പൊ ഒരു തരി വലിക്കേണ്ടി വരും, ഒരിത്തിരി കുത്തേണ്ടി വരും. അപ്പൊ നല്ല ഉഷാറാവും. പൊട്ടത്തരങ്ങൾ ഓരോരുത്തരെ തലയിന്ന് ഉദയം കൊള്ളുന്നതിന്റെ സാമ്പിളുകളാ അപ്പൊ അതൊക്കെ. നിങ്ങൾ ചിന്തിക്ക്, കലാലയങ്ങളിൽ നമ്മുടെ കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകളിൽ തുണിയുരിഞ്ഞ ആണും പെണ്ണും കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. പ്രണയിക്കാൻ കടന്നു വരൂ, പ്രേമിക്കാൻ കടന്നു വരൂ, ഇഷ്ടമുള്ളവളെ ഇഷ്ടമുള്ള നേരത്ത് നിങ്ങൾ സ്വീകരിച്ചോളൂ, നിങ്ങൾ ഒരുമിച്ച് മരച്ചുവട്ടിൽ കിടന്നുരുണ്ടോളൂ, എവിടെ വേണമെങ്കിൽ പൊയ്ക്കോളൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മൈ ബോഡി ഈസ് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എന്റെ ബോഡി അതെന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ജീവിതം അതൊന്നേയുള്ളൂ, അതെന്റെ സ്വാതന്ത്ര്യമാണ്. അതിൽ മുല്ലമാരി ഇടപെടണ്ട, മൗലവിമാരി ഇടപെടണ്ട, ഉസ്താദുമാരി ഇടപെടണ്ട, മാഷന്മാര് സാലറി വാങ്ങി പോയാ മതി, നാട്ടുകാര് സദാചാര പോലീസ് ആവണ്ട. ഞാൻ എനിക്ക് തോന്നിയതുപോലെ അങ്ങ് ജീവിക്കും. കാരണം ഇതെന്റെ ബോഡിയാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. ഇതാ മക്കൾ സ്കൂളിൽ നിന്ന് പഠിക്കണത്. എന്നിട്ട് നിങ്ങൾ അവരെ ഖുർആൻ ക്ലാസ്സിനും കൂടി കൊണ്ടുവരാതെ കിട്ടുന്ന ഒരു ഉപദേശവും കൂടി ഇല്ലാതായാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കുക? ആ കുട്ടികൾ പറയാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്കെന്തിനാ വിവാഹം കഴിച്ചാ പിന്നെ ഗർഭം ധരിച്ചാ പിന്നെ കുട്ടികളെ നോക്കണം, പിന്നെ പലതിനും പ്രശ്നമാണ്. ഇതൊക്കെ എന്തിനാണ്? അതൊക്കെ ഒരു ചൊറയാണ്. വിവാഹമൊന്നും വേണ്ട. ഇവിടെ പ്രാവുകളും പക്ഷികളും കാക്കയും ഒക്കെ കല്യാണം കഴിച്ചിട്ടാണോ? ഇഷ്ടമുള്ളയിടത്ത് ഇഷ്ടമുള്ള കാലം ഇഷ്ടകാല കാലത്ത് ഒന്നിച്ചു ജീവിക്കുക. പറ്റില്ലെങ്കിലോ ഗുഡ് ബൈ ചൊല്ലി പിരിയാം. എന്തൊരു നല്ല ഫ്രീ സെക്സ്, എന്തൊരു നല്ല രൂപത്തിലുള്ള ജീവിതം. ഇത്ര നല്ല ഒരു ജീവിതത്തെയാണോ ഈ മൗലവിമാര് പറഞ്ഞു മുടക്കുന്നത്? അതാ ഇന്നത്തെ കാലം. അതുകൊണ്ട് ഈ ആയത്ത് ശരിക്ക് മക്കളെ പഠിപ്പിച്ചോ. തീർന്നില്ല. ലുഖ്മാൻ അലൈഹിസ്സലാം പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? അഖിമിസ്സലാ, മോനെ നിസ്കാരം കൃത്യമായി നിലനിർത്തണേ.
അത് പറയുമ്പോ ബാപ്പാക്കും വേണമല്ലോ ഉത്തരവാദിത്വം. ഈ പറയുന്നതൊക്കെ ബാപ്പാക്ക് മക്കളോട് പറയണമെന്നുണ്ടെങ്കിൽ, ഉമ്മക്ക് മക്കളോട് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം 2 കവിതാശകലങ്ങൾ പറഞ്ഞില്ലേ, അതാദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കാദ്യം ഉണ്ടാകണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ എത്രത്തോളമുണ്ട്? നമ്മൾ എത്ര നിസ്കരിക്കുന്നത്? ജമാഅത്തിന്റെ കാര്യത്തിൽ കണിശതയുണ്ടോ? നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ അതിന്റെ നിയമങ്ങൾ അറിയാമോ? ഫർദ് നിസ്കാരങ്ങളിൽ എന്തൊക്കെ ചൊല്ലണം എന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? പോകട്ടെ, ഉമ്മയോ ബാപ്പയോ മരണപ്പെട്ടാൽ ഒന്ന് ജനാസ നിസ്കരിക്കാൻ ഇമാമത്ത് നിസ്കരിക്കണമെങ്കിലോ അറിവുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? സ്വന്തത്തോട് ചോദിക്ക്. മയ്യത്ത് നിസ്കരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇമാമൊക്കെ നിൽക്കാൻ ധൈര്യം കാണിക്കും. എന്താ കാരണം എന്നറിയോ? അതിൽ ഉറക്ക ചൊല്ലണ്ട. റെഡിയാ, മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ കയറി. ഓനക്കൊന്നും ചൊല്ലാൻ അറിയില്ല. മോനായിട്ടൊന്നും ഒരു കാര്യമില്ല. ഓനത് പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അവിടെ കയറി നിന്ന് സുഖമായിട്ട് 4 അല്ലാഹു അക്ബർ ഉറക്കെ പറയേണ്ടുള്ളൂ. ഇതുകൊണ്ട് കാര്യമുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ രക്ഷിതാക്കളും അവരോട് ചോദിക്ക്, മക്കളോട് ചോദിക്ക്, മോനെ മോളെ, ഇന്ന് ബാപ്പയോ ഉമ്മയോ ആയ മങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജനാസ നിസ്കരിക്കുമ്പോ ഒന്നാമത്തതിൽ ഫാത്തിഹ, രണ്ടാമത്തതിൽ സ്വലാത്ത്, മൂന്നാമത്തതിൽ ചൊല്ലേണ്ട പ്രത്യേകമായ ദുആയുണ്ടല്ലോ. എന്റെ മോനെ മോളെ, നീ അതൊന്ന് ചൊല്ലാമോ? മക്കൾ നിന്നങ്ങനെ പരുങ്ങും. അവരിങ്ങനെ പരുങ്ങുമ്പോ നമ്മളും പരുങ്ങും. എന്താ പ്രശ്നം എന്നറിയോ? തെറ്റിയപ്പോ പറഞ്ഞു കൊടുക്കാൻ ബാപ്പാക്കും പറ്റണില്ല, ഉമ്മാക്കും പറ്റണില്ല. ഇതിനാ ഫാമിലി കോൺഫറൻസുകൾ നടത്തുന്നത്. പഠിച്ചു വെച്ചോ, ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മക്കൾ അലമുറയിട്ട് കരഞ്ഞത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ ധൈര്യമുള്ള മക്കളുണ്ടോ? ആണുണ്ടോ? പെണ്ണുണ്ടോ? തെറ്റുകൂടാതെ ജനാസ നിസ്കരിക്കാൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് റബ്ബിനോടൊന്ന് കരഞ്ഞു പറയാൻ ആലോചിക്കേ. നമ്മളത് പഠിപ്പിച്ചോ? അതറിയാമോ? ഒരു ഇംഗ്ലീഷ് പോയമോ അതല്ലെങ്കിൽ ഒരു പോയട്രിയോ തെറ്റുകൂടാതെ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടിക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങൾ ഖബറിലേക്ക് പോകാൻ നേരത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ജനാസ നിസ്കാരം തെറ്റുകൂടാതെ അറിയുമോ എന്നെങ്കിലും നിങ്ങൾ ചോദിച്ചോ? അതിന്റെ പേരിൽ നിങ്ങൾ അവർക്ക് ഗുണദോഷം നൽകിയോ? അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുവോ? ചിന്തിക്ക്. അഖിമിസ്സലാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവരെവിടെയാണ്, നമ്മളെവിടെയാണ്? സുന്നത്ത് നിസ്കാരങ്ങളിൽ ശ്രദ്ധയുണ്ടോ? അതിലൊക്കെ നമുക്ക് ഗൗരവതരമായ ആലോചനകളുണ്ടോ? നന്മ കൽപ്പിക്കുമോനെ, തിന്മ വിരോധിക്കുമോനെ. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. സമൂഹത്തോട് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അപ്പൊ നമ്മൾ നന്നാവും, നമ്മുടെ മക്കൾ നന്നാവും. കാരണം അവരാദ്യം അതിൽ നിന്ന് ഒഴിവായാലല്ലാതെ അവർക്ക് പറയാനാവില്ലല്ലോ. അതിന്റെ പേരിലും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിലും വരുന്ന ഏതെല്ലാം പ്രതിസന്ധികളിലുണ്ടോ അതിലൊക്കെ വസ്ബിർ അലാ മാ അസാബക, നീ ക്ഷമിക്കുകയും ചെയ്യണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അതാണ് ധീരമായ ഇടപെടൽ. തീർന്നില്ല, എന്തെല്ലാം കാര്യങ്ങൾ. സാമ്പത്തിക മേഖല എവിടെയാണ് എത്തി നിൽക്കുന്നത്? പലിശയുമായി ബന്ധമില്ലാത്ത ആളുകൾ കുറഞ്ഞു വരുന്നു. കടക്കെണിയിൽ പെടുകയാണ്, കടം വാങ്ങുകയാണ്. ആർഭാടത്തിനു വേണ്ടി, ദൂർത്തിനു വേണ്ടി, പൊങ്ങച്ചത്തിനു വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങുകയാണ്, ലോൺ എടുക്കുകയാണ്. വീട് ജപ്തി നേരിടുമ്പോഴാണ് വാ പൊളിക്കുന്നത്. അനാവശ്യമായി കടം വാങ്ങുകയാണ്. ഇസ്ലാം കടം വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ടില്ല, കടം കൊടുക്കാനും പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ സുയിപ്പാക്കാതെ തിരിച്ചു കൊടുക്കണം. ചില ആൾക്കാർക്കൊരു പണി തന്നെ എന്താ അറിയോ? കടം ഇങ്ങനെ വാങ്ങുക. ആദ്യമൊക്കെ 1000 റുപ്യ വാങ്ങും. 10-ാം തീയതി തരാന്ന് പറഞ്ഞാൽ 9-ാം തീയതി വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു കൊടുക്കും. പിന്നെ 10,000 വാങ്ങും. 10-ാം തീയതി തരാറാ 10-ാം തീയതി കൊടുക്കും. പിന്നെ 1 ലക്ഷം വാങ്ങുക, മുങ്ങും. അങ്ങനെ കുറെ കടം വാങ്ങേണ്ടവരുണ്ട്. കടം വാങ്ങിയാൽ അത് കൊടുക്കണം എന്ന നിയ്യത്ത് വേണം. അതിൽ വലിയ ശ്രദ്ധ വേണം. അതിന് ഗൗരവമായ ആലോചനകൾ വേണം. അതല്ലാതെ കടക്കണിയിലായിക്കൊണ്ട് മരിച്ചുപോയാൽ ആഖിറത്തിലെ തീ തണുക്കൂല. അത് ഗൗരവമാണ്. അതുകൊണ്ട് ലോണൊന്നും എടുക്കണ്ട. പിന്നെ ലോൺ എടുക്കുന്നതും ആവശ്യത്തിനാണോ? പലപ്പോഴും അല്ല. കല്യാണത്തിന് പൊടി പൊടിക്കാൻ, വിവാഹമാമാങ്കങ്ങൾക്ക് വേണ്ടി, മോളെ കല്യാണം, മകന്റെ കല്യാണം, അതിങ്ങനെ ആർഭാടപൂർണമാക്കുകയാണ്. പ്രവാസികളെ, നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത്. നമ്മളെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ
തീരുമാനം ഉണ്ടായാൽ പിന്നെ രണ്ട് കുടുംബങ്ങളും കൂടി ഒരു ശൂറ നടത്തണം. നമ്മളെ വീട്ടിൽ എന്തൊക്കെ നടക്കണം, എന്തൊക്കെ നടന്നുകൂടാ, നമ്മളാ തീരുമാനിക്കേണ്ടത്. നമ്മളാണ് ആണുങ്ങളെങ്കിൽ, നമ്മളാണ് പെണ്ണുങ്ങളെങ്കിൽ അവിടുത്തെ വാപ്പി ഇമ്മയാണ് തീരുമാനിക്കേണ്ടത്, അപ്പുറത്തെ വീട്ടിലെ വാപ്പി ഇമ്മയാണ് തീരുമാനിക്കേണ്ടത്. രണ്ടു കൂട്ടരും കൂടി ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ നാട്ടുകാരല്ല നമ്മളെ കല്യാണം എങ്ങനെ നടത്തേണ്ടത്. അവര് പലതും പറയും. കല്യാണത്തിന്റെ ദിവസമതാ ലക്ഷങ്ങളുടെ പുട്ടി അടിച്ചിട്ടാണ് പെണ്ണ് നിൽക്കുന്നത്. പെണ്ണിനന്ന് ളുഹർ നിസ്കരിക്കാൻ പറ്റുന്നില്ല. കാരണം ഉളുവെടുത്താ പിന്നെ ഈ പുട്ടി അടിച്ചതൊക്കെ പോയില്ലേ. ആഭരണത്തിന്റെ വലിയ കൊട്ടയായിട്ടാണ് അണിഞ്ഞു നിൽക്കുന്നത്. ളുഹറുമില്ല, അസറുമില്ല. ഉമ്മ വരെ ബ്യൂട്ടി പാർലറിൽ പോയി, ഉമ്മയെപ്പോലും കണ്ടാൽ തിരിയുന്നില്ല. വലിയ കോലത്തിലേക്ക് മാറി. റഹ്മാനായ റബ്ബിന് വെറുപ്പുള്ള വിധത്തിലാണ് പിന്നെ ആ സ്റ്റേജ് ഷോകൾ മുഴുവനും അരങ്ങേറുന്നത്. ആണും പെണ്ണും അവിടെ കൂടിക്കലരുകയാണ്, അവിടെ ഫോട്ടോഷൂട്ടുകൾ നടക്കുകയാണ്. കല്യാണത്തിന്റെ മുമ്പ് മെഹന്തി എന്ന പേരിലെ മൈലാഞ്ചി കല്യാണവും, ഹൽദി എന്ന പേരിലെ മഞ്ഞ കല്യാണവും, അറബ് നൈറ്റ്സ് എന്ന പേരിൽ അറബി കല്യാണവും, പഞ്ചാബ് കല്യാണം എന്ന പേരിൽ പഞ്ചാബ് നൈറ്റ്സ് എന്ന പേരിൽ, പാകിസ്ഥാനി നൈറ്റ്സ് എന്ന പേരിലൊക്കെ പലതും അരങ്ങേറുന്നു. പല്ലക്കിലേന്തിക്കൊണ്ട് പന്തലിലൊരുക്കിയിട്ട് പെണ്ണിനെ ഇങ്ങനെ ഒരു നെറ്റുമുഖത്തേക്ക് തൂക്കിയിട്ട് ആണുങ്ങളുടെ മുമ്പിലേക്ക് സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നു. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അവളെ കെട്ടിപ്പിടിക്കുന്നു, കവളത്ത് ഉമ്മ കൊടുക്കുന്നു. നാണമുണ്ടോ മുസ്ലിം സമുദായമേ? അറപ്പ് തോന്നുന്നില്ലേ, വെറുപ്പ് തോന്നുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട്? എന്നിട്ട് ബാപ്പ എന്ന് പറയുന്ന ഒരു മൊയന്ത് മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്താ ചെയ്യല്ലേ ഇപ്പോഴത്തെ കുട്ടികളൊരു കാര്യം പറഞ്ഞിട്ട്. എടാ നീയല്ലേ പണം ചെലവഴിക്കുന്നത്, നിന്റെ കാശ് കൊണ്ടല്ലേ ഈ കൂത്താടുന്നത്, നിന്റെ കാശ് കൊണ്ടല്ലേ ഈ ദൂർത്തടിക്കുന്നത്. ചോദിക്കാൻ നിനക്ക് ധൈര്യവും ചങ്കൂറ്റവും ഇല്ലെങ്കിൽ ബാപ്പയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കരുത്, ഇറങ്ങിപ്പോയിക്കോളണം. ഇത് പ്രവാസികൾ ഒരു തീരുമാനം എടുക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതൊന്നും എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഉണ്ടാവില്ല. അതന്നെ തീരുമാനം. അതാ തീരുമാനം. പെണ്ണ് കാണാൻ പോകുമ്പോൾ മിഠായി കൊടുക്കണത് ക്രൈനിൽ മിഠായി കൊടുക്കുക. വല്ലാത്തൊരു വയറാണ് ഈ പെണ്ണിന്റെ വയറ്. മിഠായി കൊടുക്കുകയാണ്, ക്രൈനിലാണ് മിഠായി ഇറക്കുന്നത്. പുതിയാപ്പിളയെ കൊണ്ടുപോകുന്നത് JCBയിലാണ്. അത് അങ്ങനത്തെ ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെയാ കൊണ്ടുപോകേണ്ടത്. JCBയിൽ ആരും പൊന്നു കൊണ്ടുപോകാറില്ല, വിലപ്പെട്ടതൊന്നും JCBയിൽ കോരാറില്ല. ചപ്പ് ചവറ് മാലിന്യങ്ങളാണ് JCBയിൽ കോരാറുള്ളത്. ചില ആളുകൾക്ക് തോന്നാണ് ഞാൻ JCBയിലെ ചവറായിരിക്കേണ്ട പുതിയാപ്പിളയാണ്. ഓലങ്ങനെ പോയിക്കോട്ടെ, നിങ്ങൾ പോണ്ട, നിങ്ങളെ മക്കളും പോണ്ട. ഈ മേഖലയിലൊക്കെ അഴിഞ്ഞാട്ടങ്ങളാണ്. ഇത് പറയാതെ നിവൃത്തിയില്ല. എന്നിട്ട് നമ്മളിങ്ങനെ നിന്നു കൊടുക്കുക, നമ്മളവിടുത്തെ ആളാണെന്ന് പറയാ, ഒരു വോയിസും ഇല്ലേനും. ഇത് നമുക്കുണ്ടാകാൻ പാടില്ല. നന്മയുടെ കാര്യത്തിൽ, തിന്മകളെ തടയുന്ന കാര്യത്തിൽ അവിടെ നമുക്ക് നല്ല ക്ഷമ വേണം. റഹ്മാനായ റബ്ബിനെയാണ് അവിടെ പ്രാധാന്യപൂർവം കാണേണ്ടത്. ദാമ്പത്യ ജീവിതത്തിൽ വിശുദ്ധിയാണ് നിലനിൽക്കേണ്ടത്. ആളുകളോടുള്ള പെരുമാറ്റങ്ങളിൽ ഏറ്റവും നല്ല മെച്ചപ്പെട്ട സ്വഭാവശുദ്ധിയാണ് നമുക്കുണ്ടാവേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ദുആ ദിക്റുകൾ പതിവാക്കിക്കൊണ്ടേയിരിക്കണം. അതിലൂടെയാണ് നമുക്ക് എല്ലാ രംഗത്തും വിശുദ്ധി നേടാൻ കഴിയുക. രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങും വരെ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ മനപ്പാടമുള്ള എത്ര പേര് ഈ സദസ്സിലുണ്ട് കുടുംബങ്ങളെ? ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം, ചൊല്ലിയേ പറ്റൂ. അത് ചൊല്ലുമ്പോൾ നല്ല മാറ്റമുണ്ടാകും. എല്ലാവരും അത് ചൊല്ലണം. കാരണം എന്തിനാണെന്നോ, മരിക്കുമ്പോ നല്ല നിലക്ക് മരിക്കണം, നല്ല കാഴ്ച കണ്ട് മരിക്കണം. മരണം എവിടെ വെച്ചും പിടികൂടാം. അതിന് രോഗം വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടെ മരിക്കാൻ സാധ്യമാകണം. ദുൽഹജ്ജ് മാസാ വരുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 ദിനങ്ങൾ, ദിവസങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുമ്പോ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോടും റബ്ബിന് വലിയ ഇഷ്ടം, ചെയ്യുന്ന ആളുകളോടും അള്ളാഹുവിന് വലിയ ഇഷ്ടം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളെയൊക്കെ ആ ദുൽഹജ്ജിനെ ആദരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് വിശ്വാസ വിശുദ്ധി നേടി, കർമ്മവിശുദ്ധി നേടി, സാമ്പത്തിക വിശുദ്ധി നേടി, ലൈംഗിക വിശുദ്ധി നേടി, സ്വഭാവ വിശുദ്ധി നേടി മരിക്കാൻ കാത്തിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ കുടുംബം ഒന്നിച്ചു പോണം നമുക്ക് സ്വർഗത്തിലേക്ക്. റഹ്മാനായ റബ്ബിന്റെ തൗഫീക്ക് ഉണ്ടാവട്ടെ. ചില ഗൈഡൻസ് മാത്രമേ നൽകാൻ സാധിച്ചിട്ടുള്ളൂ. പരന്ന വായനയും പരന്ന കേൾവിയും
നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകണം. നിങ്ങൾ പഠിക്കണം, ഇവിടെയുള്ള സംരംഭങ്ങളുമായി നിങ്ങൾ ചേർന്ന് നിൽക്കണം. റിയാദിലെ ഇവിടെയുള്ള പ്രവർത്തകന്മാർ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഖുർആൻ ദർസുകളുണ്ട്, ഹദീസ് ക്ലാസ്സുകളുണ്ട്, വിജ്ഞാന വേദികളുണ്ട്, ദൗറകളുണ്ട്, ചരിത്ര പഠന ക്ലാസ്സുകളുണ്ട്, മദ്രസ ക്ലാസ്സുകളുണ്ട്, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഇവരുമായി സഹകരിച്ച് ഈ ഒരു മേഖലയിൽ പഠനങ്ങൾ നിങ്ങൾ കൂടുതലായി നടത്തി നന്മയുടെ വക്താക്കളാവുക, തിന്മയോട് എല്ലാ അർത്ഥത്തിലും വിട്ടുനിൽക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബന اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.